ഡ്രൈവറായിട്ട് പണിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം വരെ അവിടെ ഉണ്ടാവും, രാത്രി ആകുമ്പോൾ ടാക്സി ഓടിക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നെരു ക്യാബ് ലോഞ്ച് ചെയ്തത്. നെരു ക്യാബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കമ്പനി നിങ്ങൾക്ക് കാറ് തരും, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങൾക്കത് ഓടിക്കണം, അതിന് നിങ്ങൾക്ക് മാസം മാസം അതിൻ്റെ ചിലവ് അവരെടുക്കും. അപ്പോൾ നെരു ക്യാബിന് 600 ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഇൻ്റർവ്യൂവിന് പോയി, അങ്ങനെ അത് സെലക്ട് ചെയ്തിട്ട് നെരു ക്യാബ് ഡ്രൈവറായിട്ട് ഇദ്ദേഹം മാറി. ഇങ്ങനെ നെരു ക്യാബിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി നമുക്ക് കാറ് തരും, നമുക്കത് ഓടിക്കാം, അതിൻ്റെ എല്ലാ ചിലവും, അതിനെന്ത് അപകടം പറ്റിയാലും അതിൻ്റെ ചിലവ് നമ്മുടേതാണ്, അതിൽ ഡീസൽ നമ്മൾ ഓടിക്കണം, മെയിൻ്റെനൻസ് എല്ലാം നമ്മൾ നോക്കണം. നമ്മൾ കമ്പനിക്ക് 350 രൂപ ദിവസവും കൊടുക്കണം. അപ്പോൾ 350 രൂപ ഇവർ ദിനവും രാത്രിയൊക്കെ ഓടിക്കുന്ന സമയത്ത് അതിനും കൂടുതൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പൈസ തുടക്കത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ ഒരു ഫാമിലിന്ന് ഗ്രാമത്തിൽ നിന്ന് ഭാര്യയും കുട്ടിയും ടൗണിൽ വന്ന് റെൻ്റ് എടുത്ത് താമസിക്കാൻ തുടങ്ങി. പക്ഷേ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ഈ ഒരു ദിവസം 350 രൂപ കൊടുക്കണം എന്നുള്ളത് കൂടി ദിവസം 1050 രൂപ വരെ കൊടുക്കണം എന്നുള്ള അവസ്ഥയിലെത്തി. ഡീസലിൻ്റെ വില കൂടി, കോമ്പറ്റീഷൻ കൂടി, ഓട്ടം അധികം കിട്ടാതെയായി. അവസാനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 600 ഡ്രൈവേഴ്സും കൂടി തീരുമാനമെടുത്തു സ്ട്രൈക്ക് ചെയ്യാം. കാരണം 350 രൂപ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്, ഇപ്പോൾ കൊടുക്കുന്ന ദിവസവും 1050 രൂപയാണ്. ഇങ്ങനെ ഇവർ എല്ലാവരും കൂടി പറഞ്ഞു, നിങ്ങൾ ഈ ദിവസത്തെ റെൻറ്റ് കുറച്ചില്ലെങ്കിൽ ഞങ്ങൾ ഓടിക്കില്ല എന്ന് പറഞ്ഞാൽ അവർ സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്തു. സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്തത് അത് മാസങ്ങൾ കഴിഞ്ഞ് 45 ദിവസം വരെ നീണ്ടുപോയി. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളം വീണ്ടും ബുദ്ധിമുട്ടായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലവ് പിന്നെയും കൂടിയിരിക്കുകയാണ്, ഇപ്പോൾ വീട്ടിലെ റെൻറ്റും കൂടിയും കൊടുക്കണം. അപ്പോൾ ഇദ്ദേഹം ഒരു തീരുമാനം എടുത്തു. ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫിൻ്റെ ഗോൾഡുള്ളതൊക്കെ പണയം വെച്ച് ഇദ്ദേഹത്തിൻ്റെ ഫാദറിൽ ഒന്ന് 50,000 രൂപ കടം വാങ്ങിച്ച് ഇദ്ദേഹം സ്വന്തമായിട്ടൊരു കാർ വാങ്ങിച്ചു, ഒരു ടാക്സി വാങ്ങിച്ചു. അങ്ങനെ സ്വന്തമായിട്ടൊരു കാറ് വാങ്ങിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ സമയത്ത് ഞാൻ ഈ പണ്ട് ടാക്സി ഓടിക്കുന്ന സമയത്ത് പല ആൾക്കാരും റെഗുലറായിട്ട് ഞാൻ എയർപോർട്ടിലൊക്കെ കൊണ്ടാക്കുമായിരുന്നു. അവരുടെയൊക്കെ കോൺടാക്ട് നമ്പർ എൻ്റെ ഉണ്ടായിരുന്നു, എൻ്റെ നമ്പർ അവരുടെയിലും ഉണ്ടായിരുന്നു. അവരെപ്പോൾ ബോംബെക്ക് വന്നാലും അവരെന്നെ വിളിക്കും, ഹൈദരാബാദിലേക്ക് വന്നാലും അവരെന്നെ വിളിക്കും. എൻ്റെ ടാക്സി ഉണ്ട്. അങ്ങനെ പതുക്കെ ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് തുടങ്ങി. സമരമായതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾക്ക് വന്നിരുന്ന കോളും അവരെനിക്ക് ഫോർവേഡ് ചെയ്തു. അതുകൊണ്ട് എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടംപോലെ ബിസിനസ് കിട്ടി. ഞാൻ വളരെയധികം നന്നായിട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് പല ഫ്രണ്ട്സും സ്വന്തമായിട്ട് അവരും ടാക്സി വാങ്ങിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. നമ്മളൊരു സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിൽ മാസം 7500 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നമുക്ക് ഓട്ടം തരും. എത്ര രൂപയുടെ ഓട്ടം തരും? ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഓട്ടങ്ങൾ തരും. അപ്പോൾ ഇത് 7500 രൂപയാണ്, വളരെ കൂടുതലാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഐഡിയ തോന്നി. ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നീ മാസം എനിക്ക് 2500 രൂപ തരികയാണെങ്കിൽ ഞാൻ നിനക്ക് 60,000 രൂപയുടെ ഓട്ടം ഉറപ്പ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിനെ കുറിച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു. അതേ സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു, ഹോട്ടലുകളെ ചെന്ന് സംസാരിച്ചിട്ട് റിസപ്ഷൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഇവിടെ ഓട്ടം വരികയാണെങ്കിൽ നീ എന്നെ വിളിക്കണം, ഞാൻ നിനക്ക് ഒരു ഓട്ടത്തിന് 100 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഓട്ടം വന്നു, ഒരു ഭാഗത്ത് ടാക്സിയും വന്നു. ആ രീതിയിൽ കണക്ട് ചെയ്തിട്ട് അദ്ദേഹം ബിസിനസ്സായിട്ട് ടേക്കപ്പ് ചെയ്തു. അങ്ങനെ ഒരു സമയത്ത് 14 ടാക്സിക്കാർ ഇതിൻ്റെ കൂടെ ഒരുമിച്ച് ഇദ്ദേഹം കച്ചവടം ഉണ്ടാക്കിയിട്ട് 14 ടാക്സിക്കാർ അറ്റാച്ച്ഡ് ആയിട്ട് ഓടുന്നുണ്ടായിരുന്നു. പ്രതിമാസം ഇൻകം കൂടി 1 ലക്ഷം രൂപ വരെ ഇദ്ദേഹം സമ്പാദിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ഫ്രണ്ട്ലി ക്യാബ്സ് എന്നാണ്. അതിൻ്റെ സ്പെല്ലിങ്ങിനെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം വലിയ എഡ്യൂക്കേഷനല്ല ആവശ്യം, ചങ്കൂറ്റമാണ്, ആ സാധനമുണ്ട്. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ തീരുമാനമെടുത്തു. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാബ് ഡ്രൈവറാണ് അദ്ദേഹം. ആ മുമ്പ് ഫോട്ടോസ് കണ്ടില്ലേ, ഈ ഫോട്ടോസ് കണ്ടതിൽ ബാക്ക് ഇതിൽ പിന്നിലിരിക്കുന്ന താഴെയിരിക്കുന്ന 4 ലേഡീസ് കോൾ സെൻറ്ററിൽ സംസാരിക്കുന്നതാണ്. നടുക്കിയിരിക്കുന്ന ലേഡി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, ബാക്കിയുള്ള ആൾക്കാർ ഡ്രൈവേഴ്സാണ്. ഇങ്ങനെ 14 ടാക്സിയും കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് ഇദ്ദേഹം നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഹൈദരാബാദ് ഒല എന്ന് പറയുന്ന ഒരു കമ്പനി ലോഞ്ച് ചെയ്തു. ഈ ഒലയുടെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് റീഡിംഗ് തരും, നമ്മുടെ ടാക്സി അവരോട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ കോൾ തരും, നമുക്ക് ഓടിക്കാം. അപ്പോൾ ഇദ്ദേഹം കൊടുത്തിരുന്നതിനേക്കാളും കൂടുതൽ ലാഭം അവിടെ കിട്ടും എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന എല്ലാ ഫ്രണ്ട്സും ഒലയിലേക്ക് പോയി. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയുണ്ട്, അവർ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പറഞ്ഞു വിടാൻ ആൾക്കാരില്ല. ആ ഒരു സാഹചര്യത്തിൽ വന്നു. ഇപ്പം ഇദ്ദേഹത്തിന് 2 ഓപ്ഷനുള്ളത്. ഒന്നെങ്കിൽ ഇപ്പോഴുള്ള ഇദ്ദേഹത്തിൻ്റെ കാറും കൂടിയും ഒരു ടാക്സി ആയിട്ട് ഓടിച്ച് എവിടേക്കെങ്കിലും ജോലിക്ക് പോവാം. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ഇതിനിടയിൽ വീട് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 750 സ്ക്വയർ ഫീറ്റ് വട്ടം ചുറ്റി. പ്രതിമാസം ഏകദേശം 25,000 രൂപയുടെ മുകളിൽ അതിന് EMI തന്നെ ഉണ്ടായിരുന്നു. കാരണം കുറച്ച് സമയത്തേക്കാണ്. അപ്പോൾ ഏകദേശം എല്ലാ മാസവും ചെലവഴിക്കാൻ 50,000 രൂപ മിനിമം വേണം എന്നുള്ള സമയത്താണ് ഈ പറയുന്ന ദുരന്തം ഉണ്ടായത്. അപ്പോൾ ഒരു ടാക്സി ഡ്രൈവറായിട്ട് എവിടെ പോയാലും അദ്ദേഹത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് 24 ലക്ഷം, ഇദ്ദേഹത്തിൻ്റെ കസ്റ്റമറിൽ നിന്ന് 24 ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ട് ഇദ്ദേഹം ഏകദേശം टोटल 10 गाड़ी लिया था, 2 गाड़ी कम में उसमें, और कस्टमर का नाम रविंदर रेड्डी था. उन्होंने मेरे को वो बाद में बताया. हाँ,
ടോട്ടൽ 10 വണ്ടികളാണ് അദ്ദേഹം വാങ്ങിച്ചത്. ഇതിലെല്ലാ വണ്ടികളുടെയും പടമില്ല. അങ്ങനെ അതിൽ ഡ്രൈവറെ വെച്ചിട്ട് ഇദ്ദേഹം സ്വന്തമായിട്ട് ഒരു ഏജൻസി റൺ ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിൽ പല ടാക്സികൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ട് കാണും, ടാക്സി അല്ല. കാരണം അത് ടാക്സ് നികുതി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹം അങ്ങനെ 23 ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ട് 23 लाख 24 था मगर उसके साथ और 3 लाख एक्स्ट्रा लेना पड़ा. അപ്പോൾ 24 ലക്ഷം അദ്ദേഹം കടം വാങ്ങിച്ചിട്ട് 10 വണ്ടികൾ വാങ്ങിച്ചു. ആ വണ്ടികളിൽ ഡ്രൈവറെ വെച്ചു. അങ്ങനെ വീണ്ടും വണ്ടി ഓടിച്ചുകൊണ്ടായിരുന്നു. ഒരു കൊല്ലം വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നുപോയി. അങ്ങനെ ഒരു കൊല്ലം നടന്നു പോയ സമയത്ത് വേറൊരു ചലഞ്ച് ഉണ്ടായി. ഈ പറയുന്ന ഓല ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊണ്ടുവന്നു. എയർപോർട്ടിൽ നിന്ന് ഒരു സ്ഥലം വരെ പോകാൻ സാധാരണ ഇവർ 700 രൂപയാണ് ചാർജ് ചെയ്തതെങ്കിൽ ഓല ഒറ്റയടിക്ക് റേറ്റ് കുറച്ചു. അവർ 350 രൂപ ഡിസ്കൗണ്ടിന് എന്ന് വെച്ചാൽ പകുതി വിലയ്ക്ക് കസ്റ്റമറിന് കൊടുക്കാനായിട്ട് സാധിച്ചു. അവർ വലിയൊരു കമ്പനിയാണ്, അവർ മുമ്പിൽ പിടിച്ചെങ്കിൽ അവർക്ക് സാധിക്കില്ല. അപ്പോൾ മുമ്പ് ഒരു ചലഞ്ച് ഉണ്ടായ സമയത്ത് ടാക്സി ഉണ്ട്, കസ്റ്റമർ ഉണ്ട്, ടാക്സി ഇല്ലാതിരുന്നൊരു സാഹചര്യത്തിൽ നിന്ന് ഇദ്ദേഹം കടം വാങ്ങിച്ച് ടാക്സി വാങ്ങിച്ചു. ഇപ്പോഴത്തെ ചലഞ്ചിൽ എന്താണ്? കസ്റ്റമേഴ്സ് ഇല്ല, കയ്യിൽ കുറേ ടാക്സി ഉണ്ട്, ഇതിനായിട്ട് വാങ്ങിച്ചിട്ടുള്ള കടമുണ്ട്. ഇത് 24 ലക്ഷം വാങ്ങിച്ചത് പിന്നെ കൂടി വേറെ ആവശ്യങ്ങൾക്ക് വാങ്ങിച്ചു. അങ്ങനെ 27 ലക്ഷം കടമായിട്ടാണ് നിൽക്കുന്നത്. അതിൽ രവീന്ദർ എന്ന് പറഞ്ഞ കക്ഷിയാണ്. ഇദ്ദേഹത്തിന് റെഗുലറായിട്ട് മെസ്സേജും അയക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കി നിൽക്കിപ്പോൾ കടം കാറും ബാക്കിയുണ്ട്, കസ്റ്റമേഴ്സ് ഇല്ല. ഇപ്പോൾ ഒരു കാറ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ അഡ്വാൻസ് കൊടുക്കണം, ലോൺ കൊടുക്കണം, ഇതൊക്കെ വേണം. പക്ഷെ അത് വിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന ഒരു സാധനവും കിട്ടില്ല. എനിക്ക് പ്രതിമാസം 70,000 രൂപ EMI ഈ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ വേണ്ടി മാത്രം തന്നെ വേണം. ഇതിന് പുറമെയാണ് ഓഫീസും അവരുടെ സ്റ്റാഫ് കടങ്ങൾ, സാലറി ഇതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും തീരുമാനിച്ചു ഈ ബിസിനസ് എന്തായാലും മുന്നോട്ട് പോകില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ബിസിനസ് സ്റ്റോപ്പ് ചെയ്തു. ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഈ കാറ് വിൽക്കുന്ന സമയത്ത് കൊടുത്തതിൻ്റെ 7,000 വില പോലും കിട്ടില്ല. കാരണം ഇത് ടാക്സി ആയിട്ട് ഓടിയിട്ടുള്ള കാറുകളാണ്. അപ്പോൾ ഇദ്ദേഹം ഓരോ മാസവും 1-2 കാറുകൾ വിൽക്കും. അതിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ചിട്ട് EMI കടങ്ങൾ അടയ്ക്കും. അങ്ങനെ നോക്കി നിൽക്കുക കുറച്ച് മാസങ്ങൾ കൊണ്ട് കാറുകൾ മൊത്തം വിറ്റ് തീർന്നു. പക്ഷെ കടം അവിടെ ബാക്കിയാണ്. ആ കടം പ്രതിമാസം 70,000 രൂപ അടച്ചുകൊണ്ടുണ്ടാവണം. ഈ കടങ്ങൾ ഇത്രയും ഉള്ളത് എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ആകെ ബുദ്ധിമുട്ടി നിൽക്കുകയായിരുന്നു. മാസം 70,000 രൂപ അടയ്ക്കണം. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, വണ്ടികൾ വിറ്റ് തീർന്നു. അങ്ങനെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി വൈഫിൻ്റെ സ്വർണം ഉണ്ടായിരുന്നത് എടുത്ത് വിറ്റു. വീട് ഞാനിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലോ, ചെറിയൊരു വീടാണെങ്കിലും ആ വീടടക്കം ഞാൻ കൊടുത്തു. പക്ഷേ ഇതെല്ലാം കൊടുത്തിട്ടും കടത്തിന് യാതൊരുവിധ കുറവില്ല. ഏകദേശം 27 ലക്ഷത്തിൻ്റെ അടുത്ത് വീണ്ടും കടം അപ്പോഴും ബാക്കിയായിട്ടാണ് നിൽക്കുന്നത്. ഇതിനിടയിൽ ഞാൻ ചിട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ മാസവും 25,000 രൂപ ചിട്ടി അടയ്ക്കണം. സാധാരണഗതിയിൽ മുമ്പൊക്കെ ഞാൻ ചെല്ലുമ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കും, എനിക്ക് ചായ തന്നിരുന്നു. പക്ഷേ 2 മാസമായിട്ട് ഞാൻ ചിട്ടി അടച്ചിട്ടുണ്ടായിരുന്നില്ല. ചിട്ടി അടയ്ക്കാതിരിക്കുന്ന സമയത്ത് അവർ വിളിക്കാൻ തുടങ്ങി. ഞാൻ വീട്ടിൽ വരും, നിനക്ക് ഞാൻ ചീത്ത പറയും, നിന്നെ മാനം കെടുത്തുമെന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ 2 മാസം അടയ്ക്കാതിരുന്നപ്പോഴത്തേക്കും എൻ്റെ മാനം പോലും പോകുന്ന സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഭാര്യയും കുട്ടിയും കുട്ടികളും അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഈ ചിട്ടിയുടെ ആൾക്കാർ വിളിച്ചിട്ട് ആകെ ബുദ്ധിമുട്ടാക്കുന്നു. ഞാൻ നോക്കും, എനിക്ക് മുമ്പിൽ ഒരു വഴിയും കാണാനില്ല. അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ നിലത്ത് കിടക്കുന്ന സമയത്ത് മുമ്പിൽ ഇങ്ങനെ ഫാൻ കറങ്ങി വന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാനൊരു തീരുമാനമെടുത്തു, എന്തായാലും ഇതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ സാധിക്കില്ല, ഇനി മരിക്കുക തന്നെയാണ് നല്ലത്. അങ്ങനെ ഞാൻ സൂയിസൈഡ് ചെയ്യാനുള്ള തീരുമാനമെടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സൂയിസൈഡ് ചെയ്യുന്ന സമയം ഫിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ അരമണിക്കൂറും കൂടെ ഉള്ളൂ, ഇനിയിപ്പോൾ ഒരു 25 മിനിറ്റ് 15 മിനിറ്റ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു മുഖം ഓർമ്മ വന്നു. അതെൻ്റെ മകൻ്റെയാണ്. കാരണം മകൻ എല്ലാ സമയത്തും ഞാൻ പുറത്തു പോകുന്ന സമയത്ത് അച്ഛാ എനിക്ക് ഇത്തിരി പൈസ തന്നിട്ട് പോകും, എനിക്കൊരു 5 രൂപ തന്നിട്ട് പോകുന്നു പറഞ്ഞിട്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് അത് പൈസ സേവ് ചെയ്യുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്, ഞാൻ ഈ ടാക്സി ഓടിക്കുന്ന സമയത്ത് എൻ്റെ മകൻ്റെ അതേ പ്രായമുള്ള കുട്ടികൾ ഭിക്ഷ യാചിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഇനി ഞാൻ മരണം ചെയ്താൽ, ഞാൻ മരിച്ചാൽ പിന്നെ അതല്ലാതെ എൻ്റെ മകന് വേറെ വഴി ഉണ്ടാവില്ല, എൻ്റെ കുടുംബത്തിന് വേറെ വഴി ഉണ്ടാവില്ല. അപ്പോൾ ആയതുകൊണ്ട് എന്തായാലും മരിക്കണ്ട എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആ ദിവസങ്ങളിലാണ് എൻ്റെ ആദ്യത്തെ തവണ ഞാൻ ഒരു കാർ ഡ്രൈവറിൻ്റെ അവിടെ പോയ അരുണ മാഡം അവരെന്നെ വിളിച്ചത്. അവർ 10 കൊല്ലങ്ങൾക്ക് ശേഷമാണ് എന്നെ വിളിക്കുന്നത്. അവരുടെ മനസ്സിൽ ഞാൻ വലിയൊരു ക്യാബ് നടത്തുന്ന ഒരു കമ്പനി നടത്തുന്ന ആളായിട്ടാണ്. എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്നും അവർക്കറിയില്ല. അവർ പറഞ്ഞു, നീ വാ, എനിക്ക് ഇതിന് സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെന്നു, ബിസിനസ്സിനെ പറ്റി കേട്ടു. പക്ഷേ എനിക്ക് ഒരു ഇൻട്രസ്റ്റും തോന്നിയില്ല. ഞാൻ ഒരു ചെവിയിൽ നിന്ന് കേട്ട് ആ ചെവിയിൽ നിന്നും വിട്ടു. കാരണം ഈ ബിസിനസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ചീത്തപ്പേര് കൂടെ തന്നെ ഉള്ളൂ. അങ്ങനെ ഞാൻ ബിസിനസ് കേട്ടത് ഒരു ചെവി കൂടെ മറ്റേ ചെവി കൂടെ വിട്ടു. ഞാൻ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഈ അരുണ മാഡം പറഞ്ഞു, നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രോഡക്റ്റ് പിന്നെ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷെ അവർ ആ സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന നമ്മുടെ നീം സോപ്പും അതേപോലെ നൈറ്റ് ക്രീമും നിർബന്ധിച്ച് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് അവർ വിട്ടു. ഞാൻ വീട്ടിൽ വന്നു, എന്തായാലും സോപ്പ് വാങ്ങിച്ചാലേ ഞാൻ സോപ്പ് കൊണ്ട് കുളിച്ചു. എനിക്ക് സോപ്പ് ഇഷ്ടപ്പെട്ടു.
അങ്ങനെ ഞാൻ അവരെ തിരിച്ച് അത് ഇഷ്ടമാണെന്ന് പറയാൻ പോലും പോയില്ല. കാരണം എനിക്കറിയാം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അവരടുത്ത് എന്ത് പറയും, ബിസിനസ്സിനെ പറ്റി പറയും. അപ്പം ഞാൻ എന്തായാലും ചെയ്യുന്നില്ല എന്ന് തീരുമാനം എടുത്താണ്. പക്ഷെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ മാഡം ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഏകദേശം ആ വഴി കൂടെ പോകുന്നുണ്ട്, എൻ്റെ കൂടെ വേറൊരു വ്യക്തിയും കൂടി ഉണ്ട്, അപ്പോൾ ഞാൻ എന്തായാലും നിൻ്റെ അവിടെ വരുന്നുണ്ട്, എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പ്രൊഡക്റ്റ് നല്ലതാണ് എന്ന് അറിയുന്നതുകൊണ്ട് എനിക്ക് നോ പറയാൻ തോന്നിയില്ല. അവരെൻ്റെ വീട്ടിൽ വന്നു, സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് ബാക്കിയുള്ള കമ്പനികളെ പോലെയല്ല, ഇവിടെ നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഇത് കംപ്ലീറ്റ് പ്രൊഡക്ട്സ് ആണ്, പ്രൊഡക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ് നടക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ തീരുമാനം എനിക്ക് മനസ്സിലായതോടുകൂടി ഞാൻ ഈ ബിസിനസ്സിനെ പറ്റിയിട്ട് വേറെ 1-2 മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ആൻഡ് സെയിം ടൈം സെക്കന്ദരാബാദ് പോയിട്ട് അവിടെ നിന്ന് ഈ കമ്പനിയുടെ ബ്രാഞ്ച് ഓഫീസിൽ നിന്ന്, അന്ന് കൺസിസ്റ്റൻസി 2500 രൂപയായിരുന്നു, ഞാൻ 2500 രൂപയ്ക്ക് പ്രൊഡക്റ്റ് വാങ്ങിച്ചു. അങ്ങനെ ഞാൻ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് നോക്കി. ഞാൻ കുൽക്കർണി സാറിൻ്റെ വീട്ടിലും മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അതിൽ ഏകദേശം ഒരു 10-15 പേരുണ്ടായിരുന്നു. ഇന്ദർവീർ സാറിൻ്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അതിലും 10-15 പേരുണ്ടായിരുന്നു. അതിൽ ഗൂഗിൾ ഫോട്ടോസിൽ 2017 ആഡ് ചെയ്തിട്ടുള്ള ഫോട്ടോ ആണ് ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതിനിടയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തെങ്കിലും ബിസിനസ്സിൽ പരിപൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഈ ഗോക്രൗൺ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അപ്ലയൻസ് എന്നെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയത്. അവർ പറഞ്ഞു അവിടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്നുള്ളത്, എങ്ങനെ ബിസിനസ്സിൽ പെട്ടെന്ന് വിജയിക്കാം, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്നുള്ളത് പഠിപ്പിച്ചു തരും എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് മാത്രമല്ല, വീട്ടിൽ ഭക്ഷണത്തിന് പോലും വകയില്ല. കാരണം എല്ലാ മാസവും 70,000 രൂപ എനിക്ക് ഇൻട്രസ്റ്റ് മാത്രം പേ ചെയ്യാനുണ്ട് ഒരു സ്ഥലത്ത്, ബാക്കി കടങ്ങൾ വേറെ. ഇങ്ങനെ തലകുത്തി നിൽക്കുന്ന സമയത്താണ് ഗോക്രൗണിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എൻ്റെ ലാസ്റ്റ് ഒരു കാർ ഞാൻ വിറ്റിട്ടുണ്ടായിരുന്നു. ആ വിറ്റതിൻ്റെ ഒരു EMI പോകാൻ ബാക്കിയുണ്ട്. അതിനുള്ള പൈസ ഞാൻ ബാങ്ക് അക്കൗണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, കാരണം എന്തായാലും ചീത്തപ്പേരായി, നാണം കിട്ടു, ഇനി എനിക്ക് ഒരാളും പൈസ തരാൻ പോകുന്നില്ല, കാരണം അത്രയും ചീത്തപ്പേരായിട്ടുണ്ട്. അപ്പോൾ അത്രയും ചീത്തപ്പേരായ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ എന്തായാലും നോക്കണം, നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം EMI അടയ്ക്കാനുള്ള പൈസ എടുത്തിട്ടാണ് ഗോക്രൗണിലേക്ക് വന്നത്. ഗോക്രൗണിൽ വന്നു. ആദ്യത്തെ ദിവസം എനിക്ക് കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല, ഞാൻ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ 2ാമത്തെ ദിവസം അന്ന് SP സാർ എടുത്തിട്ടുള്ള ഒരു സെഷൻ എൻ്റെ മനസ്സിന് വളരെയധികം ഉലച്ചു. കാരണം ഞാൻ ഏകദേശം 5ാമത്തെ റോളാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. 4ാമത്തെ റോളുള്ള ഒരു കക്ഷി എഴുന്നേറ്റിട്ട് SP സാറിൻ്റെ ഒരു സെഷൻ എടുക്കുന്ന സമയത്ത് പറഞ്ഞു, സാറേ എനിക്ക് 14 ലക്ഷം കടമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ SP സാർ ചോദിച്ചു, ഓക്കെ എങ്ങനെയാണ് കടം വന്നത്? സാർ ബിസിനസ് ചെയ്ത് ലോസ് ആയതാ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനി കടം വീട്ടണം. കടം വീട്ടാൻ എന്ത് ചെയ്യാം? പൈസ ഉണ്ടാക്കണം. എങ്ങനെ പൈസ ഉണ്ടാക്കാം? അത് പണിയെടുക്കണം. പക്ഷേ ഈ പണിയെടുക്കുന്നതിന് വരെ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഒരു ചെയർ എടുത്ത് തലയിൽ വെച്ചിട്ട് പറഞ്ഞു, ഈ നിങ്ങൾ അയ്യോ കടാണ് എന്ന് പറഞ്ഞ് അവസാനം എന്ത് ചെയ്യും? വീഴും. നിങ്ങൾ ജീവിതത്തിൽ വീഴും. പക്ഷെ അതേ സമയത്ത് നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇതാണ്, ഈ ചെയറാണ് നിങ്ങളുടെ കടമെങ്കിൽ ആ ചെയർ എടുത്ത് എറിഞ്ഞിട്ട് പറഞ്ഞു, ആ കടത്തെ നിങ്ങൾ മാറ്റിവെക്കൂ. നിങ്ങൾക്ക് എവിടെയാണോ പൈസ അടയ്ക്കാനുള്ള അവർ ചെന്നിട്ട് പറയൂ, ഞാൻ വളരെ മാന്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് അല്പം സമയം തരൂ, 1 കൊല്ലം 2 കൊല്ലം സമയം തരൂ, ആ 2 കൊല്ലത്തിൽ നിങ്ങളുള്ള എല്ലാ കടവും ഞാൻ വീട്ടി തരാം എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം ഇതിങ്ങനെ ചെയ്തിട്ട് ചെയ്യുന്നു. അത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അദ്ദേഹം തിരിച്ച് ഹൈദരാബാദിൽ വന്നു. ആർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ടോ അവരുടെ അടുത്തൊക്കെ ചെന്ന് സംസാരിച്ചു, എനിക്ക് 1 കൊല്ലം 2 കൊല്ലം സമയം വേണം. എന്നിട്ട് അദ്ദേഹം പണിയെടുത്തു. എവിടെയാണോ ഈ 24 ലക്ഷം കൊടുക്കാനുണ്ടായിരുന്നത്, അദ്ദേഹം പണിയെടുത്ത് വെസ്റ്റീജിൽ ഇൻകം ഉണ്ടാക്കിയിട്ട് 59 ലക്ഷം കൊടുത്തിട്ടാണ് ആ കടം വീട്ടിയത്. SP सर के सेशन से तब जिंदगी बदलेगी जब उस सेशन को सुनने आएंगे. समझ में आया? और अगर ये भी नहीं आता तो क्या होता? जैसे ये नहीं आते हैं, बोलो ये. നമ്മൾ കേരളത്തില് പലപ്പോഴും ഈ മനസ്സിലാക്കുക, അന്ന് ഇദ്ദേഹം ഈ ആ സെഷന് വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു ഇദ്ദേഹത്തിന്റെ ലൈഫ്? ഇന്ന് ഈ സെഷനിൽ വരാതെ നടക്കുന്ന ആൾക്കാരുടെ ലൈഫ് ഉണ്ടല്ലോ, അതേപോലെ ആകുമായിരുന്നു ഇദ്ദേഹത്തിന്റെ ലൈഫ്. സോ നിങ്ങൾ തിരിച്ചു ചെന്നിട്ട് അവരുടെ അടുത്ത് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷെ മനസ്സിലാക്കുക, ഫംഗ്ഷനുകളിൽ വന്നാലാണ് ലൈഫ് മാറുള്ളൂ. അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് വരണം. ആരുടെയും വാഗ്ദാനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. इम्पोर्टेंट अगेन, ये इम्पोर्टेंट नहीं है कि कौन सा सेशन कब हो रहा है, कौन सी मीटिंग हो रही है कब. हर मीटिंग में आना, हर मीटिंग को अटेंड करना. मुझे नहीं पता था कि जो मैं सेशन लेने जा रहा हूं उससे सलीम की जिंदगी बदलेगी. मुझे मालूम नहीं था, मैं सलीम को पहचानता भी नहीं था. ये तो इसके बाद हुआ ना. बाली साहब की फोटो निकाल दी है, दिखा दी है. अभी रुको, अभी आएंगे. अभी ये बाली साहब के फोटो दिखाएंगे जिसमें दौड़ दौड़ के बाली साहब फोटो ले रहा है. देखो, बाली साहब के साथ फोटो नहीं लिया है,
बाली साहब दूर हैं और इसने फोटो लिया और आज बाली साहब क्या बोल रहे हैं, हैदराबाद से सलीम आ गया, अब वो मीटिंग करेगा और मैं जा रहा हूं. നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമ്മൾ ഒരു സെഷനെ നമ്മൾ വിലയിരുത്തും, ഇത് ഹിന്ദിയാണ് നമുക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കും. പക്ഷെ അത് വിഡിത്തമാണ്. ആര് എന്ത് സെഷൻ എടുക്കും എന്നുള്ളതല്ല നോക്കണ്ടേ, നമ്മൾ പോയി നമ്മൾ അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. കാരണം അന്ന് SP സാർ ഈ സെഷൻ എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹം മനസ്സാ വാച ചിന്തിച്ചിരുന്നില്ല സലീമിന്റെ ലൈഫ്, സലീം അവിടെ ഇരിക്കുന്നുണ്ടെന്നോ സലീമിന്റെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നോ അദ്ദേഹം ചിന്തിച്ചില്ല. പക്ഷെ സലീം അവിടെ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ലൈഫിൽ മാറ്റം ഉണ്ടായി. അന്നത്തെ ഗോക്രൗൺ ഫംഗ്ഷന് ബാലി സാർ പോകുന്ന സമയത്ത് സലീം പ്രത്യേകം ശ്രദ്ധിക്കുക, ബാലി സാറിന്റെ ഒപ്പം നിന്നിട്ടല്ല ഫോട്ടോ എടുത്തത്. ബാലി സാർ ആ വഴി കൂടെ പോകുമ്പോൾ ആ വഴിയിൽ കുറച്ചും കൂടി മുമ്പേ ഓടി വന്ന് നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇന്ന് നിങ്ങൾ കേട്ടു, ബാലി സാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സലീം വന്നപ്പോ ഓക്കെ ഇനി സലീം വന്നിട്ടുണ്ട്, സലീം സെഷൻ എടുക്കും എന്ന് പറഞ്ഞിട്ട് ബാലി സാർ പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഗോക്രൗണ്ടിൽ പോയി ഓരോ ലീഡേഴ്സിന്റെ കൂടെ എടുത്തിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾ കണ്ടു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഡ്രസ്സൊക്കെ നിങ്ങൾ കണ്ടു. ഇതൊന്നും ഒരു പ്രൊഫഷണൽ അല്ല, കാരണം അദ്ദേഹത്തിന്റെ സമയത്ത് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് പോകുന്നത് തന്നെ. പക്ഷേ അവിടെ അദ്ദേഹത്തിന്റെ ദിവസം മാറ്റിമറിച്ചു. അദ്ദേഹം ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് പണിയെടുത്തിട്ട് ഞാൻ എന്തുണ്ടാക്കി, 24 ലക്ഷം രൂപ കടം ഉണ്ടാക്കി. അപ്പോൾ ഇനി ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇനി സിസ്റ്റത്തിനോട് സബ്മിറ്റ് ചെയ്യാം. കാരണം ഇതിലെന്തായാലും ഒരു മാറ്റം ഉണ്ടാക്കും, ആൾക്കാർക്ക് മാറ്റം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, 6 മാസം കൊണ്ട് ക്രൗൺ ഡയറക്ടർ ആവാനുള്ള ഒരു തീരുമാനമെടുത്തു. സോ ഇദ്ദേഹം ആദ്യം തീരുമാനമെടുത്തു, എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് 24 ലക്ഷം കടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിക്കില്ല, സിസ്റ്റം പറയുന്നത് കേൾക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബുദ്ധി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി മുതൽ ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിക്കില്ല, ഐ വിൽ ബി ഇന്നസെന്റ്. പോയിന്റ് നമ്പർ 1, ഞാൻ ഇന്നസെന്റ് ആയിരിക്കും. ഓക്കെ. സെക്കൻഡ്, ഫസ്റ്റ് പോയിന്റ് ഓൾറെഡി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സെക്കൻഡ്, ഇന്നസെന്റ് ആവുക എന്നുള്ളതാണ്. 3, സിസ്റ്റം എന്ത് പറയുന്നു അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. 100% സബ്മിഷൻ, സിസ്റ്റത്തിനോടുള്ള സബ്മിഷൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്ലൈനോട് സബ്മിറ്റഡ് ആവണേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് സിസ്റ്റത്തിനോട് സബ്മിറ്റഡ് ആവല്. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ സബ്മിറ്റഡ് ആയി. സിസ്റ്റത്തിൽ 10 കോർ സ്റ്റെപ്പിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിഫൈൻ യുവർ ഡ്രീം. ഇദ്ദേഹം വന്നു, കളർ പെൻസിൽ, വീട്ടിലെ കളർ പെൻസിൽ ഉപയോഗിച്ച് അന്ന് 24 ലക്ഷവും പ്രതിമാസം 70,000 രൂപ അടയ്ക്കേണ്ട കടമുള്ള വ്യക്തി ബുക്കിലെടുത്ത് എഴുതി, എനിക്ക് 2 കോടി വിലയുള്ള വീട് വേണം, 1 കോടി വിലയുള്ള വണ്ടി വേണം, എനിക്ക് എൻ്റെ കുട്ടികൾ നല്ല എഡ്യൂക്കേഷനിൽ പഠിക്കണം, എനിക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് സിസ്റ്റത്തിൽ സബ്മിറ്റഡ് ആയിട്ട് ചിന്തിക്കാതെ ഒരു പുസ്തകത്തിൽ എഴുതാനുള്ള ധൈര്യം കാണിച്ചു. ഇവിടെയുള്ള എത്ര പേര് ഡ്രീം എഴുതി ഒട്ടിച്ചിട്ടുണ്ട് വീട്ടില്? നിങ്ങൾ ഇപ്പൊ ഒരാൾ പറഞ്ഞു ഞാൻ മനസ്സിൽ നന്നായിട്ട് കുറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കുക, മനസ്സിൽ കുറിക്കുന്ന കാര്യമല്ല, മനസ്സിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. നിങ്ങൾ എഴുതി വീട്ടിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. അനൗൺസ് ചെയ്യാം. അപ്പോൾ ഞാൻ വന്നു, ഡ്രീം നല്ല രീതിയിൽ എഴുതിയിട്ട് ഞാൻ എൻ്റെ റൂമിൽ ഒട്ടിച്ചു, ബാത്റൂമിൽ ഒട്ടിച്ചു. ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് എൻ്റെ ഡ്രീം ആയിരിക്കും. ആ രീതിയിൽ ഞാൻ വ്യക്തമായിട്ട് എഴുതി. അത് കഴിഞ്ഞ് ഞാൻ മൂന്നാമത് ഒട്ടിക്കാൻ പോയത് ഹാളിലാണ്. ഹാളിൽ ഒട്ടിക്കാൻ പോയ സമയത്ത് എൻ്റെ ഭാര്യ വന്ന് സ്നേഹത്തോടെ തടഞ്ഞു, ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ പറ്റില്ല, കാരണം എന്താ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു നിങ്ങളൊക്കെ പുറത്തേക്ക് പോകും, എൻ്റെ വീട്ടുകാർ വന്നു കഴിഞ്ഞാൽ ഇത് കാണും, അവരെന്നെ കളിയാക്കുമെന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു ഞാൻ എന്തായാലും ഇവിടെ ഒട്ടിക്കും, ഇതെല്ലാവരും കാണണം, അവർ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇത് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കും, അതിന് വേണ്ടിയിട്ടായാലും അവരത് കാണണം എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായിട്ട് അവിടെ ഒട്ടിച്ചു. देखो ये ना हम यहाँ गो क्राउन कर रहे हैं और ये सब ब्रॉन्ज एंड अप हैं. मेरा पर्पज सलीम की स्टोरी सुनाना नहीं है, ना सलीम को अपनी स्टोरी सुनाना है. पर्पज ये है कि जो सलीम ने किया वो हम कर रहे हैं कि नहीं, क्वेश्चन मार्क. अगर कर रहे हैं बहुत अच्छा है, नहीं कर रहे हैं तो इमीडिएटली अभी उसे चेंज करना है और ठीक करना है. सलीम ने कहा मैंने घर पे आके ड्रीम लगाया. कितने लोगों ने ड्रीम लगाए? हाथ खड़ा मत करना, क्योंकि आप शर्म के मारे कुछ भी हाथ खड़ा करोगे. और अगर नहीं लगाए ना तो कल शाम को जब घर जाओगे तो पहला काम ये करना है कि ड्रीम लगाना है. नहीं तो स्टोरी सुनने का मतलब नहीं है. फिर अगर उसने बोला कि मैं गो क्राउन में गया और एक लाइन से मेरी लाइफ चेंज हुई, तो आज ये निर्णय करो कि कोई मीटिंग और फंक्शन ऐसा नहीं होगा जो मैं अटेंड नहीं करूंगा. मुझे समझ में आ रहा है कि नहीं आ रहा है, मैं ट्रांसलेट हो रहा है कि नहीं हो रहा है. उसने कहा कि मैं इनोसेंट हो गया हूं, तो आज ये निर्णय करो कि मुझे इनोसेंट होना. अगर मुझे 15 लाख का चेक चाहिए तो, अदरवाइज ये स्टोरी इसलिए नहीं सुनाई जा रही है कि सलीम की स्टोरी सुन ली, हमने ताली बजा दी, हम एक ईडीएस खत्म हो गया, हम चले गए. वो हर स्टेप पे कनेक्टिविटी होना इंपॉर्टेंट है, इसलिए सलीम हैदराबाद से आपके लिए आया है.
ഇവിടെ സലീം സാറിന്റെ സ്റ്റോറി കാണിക്കുന്നത് പ്രത്യേക ഒരു വെറുതെ തമാശയ്ക്കോ എന്റർടൈൻമെന്റിനോ വേണ്ടി കാണിക്കുന്നതല്ല. നിങ്ങൾ എത്ര പേര് ഒട്ടിച്ചിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കൈയൊന്നും പൊക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളത് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ സ്റ്റോറി ഇവിടെ കേട്ടിട്ട് പോകുന്നതിൽ എന്താ അർത്ഥം? ഇന്ന് ഇദ്ദേഹം ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു, ഇദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ്മെന്റിൽ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ ആ മാറ്റം ഏതൊരു വ്യക്തിക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഹൈദരാബാദിൽ നിന്ന് ഇദ്ദേഹത്തിന് ഇവിടം വരെ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാറ്റം വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും 100% ഫോളോ ചെയ്യാനായിട്ട് തയ്യാറാകണം. നിങ്ങൾ ഇന്നസെന്റ് ആയിരിക്കണം. ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു ഇല്ല എന്നുള്ളതല്ല ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ഇതിലൂടെ മാറ്റം വരും എന്നുള്ളത് ഉറപ്പ് നിങ്ങളുടെ ഉള്ളിലാണ് ആദ്യം ഉണ്ടാകേണ്ടത്. ഇത് തീർച്ചയായും ഒട്ടിക്കാത്ത ആൾക്കാര് നാളെ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് ആദ്യം ചെയ്യേണ്ടത് വീട്ടിൽ നിങ്ങളുടെ ഡ്രീം ഡിഫൈൻ ചെയ്തിട്ട് അത് ഒട്ടിക്കുക തന്നെ വേണം. ചുമരില് ഇദ്ദേഹം ഡ്രീം വളരെ കൃത്യമായിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഏത് ദിവസം, ഏത് മാസം, ഏത് വർഷം ഇനി വാങ്ങിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഡ്രീം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ക്ലാരിറ്റി വരുന്നോ അത്രത്തോളം അത് നേടാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് വളരെ ക്ലാരിറ്റിയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറൊരു ഫോട്ടോയും കൂടെ കാണാം, 10 കോർ സ്റ്റെപ്പ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഗോക്രോൺ കഴിഞ്ഞ് വന്ന് ചെയ്തിട്ടുള്ളതാണ്, സക്സസ് ആയിട്ട് ക്രൗൺ ആയതിനു ശേഷം ചെയ്തതല്ല. അപ്പോൾ ഇദ്ദേഹം അതിൻ്റെ കൂടെ 10 കോർ സ്റ്റെപ്പിൻ്റെ പ്രാധാന്യം ഗോക്രൗണിൽ വെച്ച് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം ഗോക്രൗൺ 10 കോർ സ്റ്റെപ്പ് ചെയ്താൽ മാത്രമേ ഈ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുള്ളൂ. അപ്പോൾ ദിവസവും ഡെയിലി ബേസിസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 10 കോർ സ്റ്റെപ്പിൻ്റെ പോസ്റ്ററും അദ്ദേഹം അതിൻ്റെ കൂടെ ഒട്ടിച്ചു. ഞാൻ അത് കഴിഞ്ഞിട്ട് മാസീവ് ആക്ഷൻ തീരുമാനമെടുത്തു. മാസീവ് ആക്ഷൻ തുടങ്ങിയ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ നോ എൻ്റെ ഭാര്യയിൽ നിന്നാണ്. കാരണം ഞാൻ ഗോക്രൗണിന് ഒറ്റയ്ക്കാണ് പോയിരുന്നത്, എൻ്റെ ഭാര്യ പോയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഭാര്യയ്ക്ക് ഒട്ടും മനസ്സിലായിരുന്നില്ല, അവർ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഞാൻ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, സിസ്റ്റത്തിൽ പറയുന്നുണ്ട് 100% പ്രൊഡക്റ്റ് യൂസ്, അതുകൊണ്ട് തീരുമാനമെടുത്തു ഇന്ന് മുതൽ നമ്മൾ വെസ്റ്റീജ് പ്രോഡക്ട്സ് ആണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു വീട്ടിലുള്ള പ്രോഡക്ട്സ് അതൊക്കെ ശരി, വീട്ടിൽ ഓൾറെഡി പ്രോഡക്ട്സ് ഉണ്ട്, കോൾഗേറ്റൊക്കെ ഇരിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വെസ്റ്റീജിൻ്റെ പ്രോഡക്ട്സ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം എന്ത് ചെയ്തു, ആ പ്രോഡക്ട്സ് ഒക്കെ എടുത്തിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിട്ടു. ഭാര്യ എന്ത് ചെയ്തു, ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് വേസ്റ്റ് അത് വീണ്ടും എടുത്തിട്ട് പേസ്റ്റൊക്കെ കഴുകി വീണ്ടും ഉപയോഗിക്കാനായിട്ട് വെച്ചു. കാരണം എന്താ, പൈസ എന്താ വെറുതെ കിട്ടുന്നതാണോ പൈസ? അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ആ കോൾഗേറ്റ് എടുത്തിട്ട് അത് പീച്ചി അതിൽ നിന്നുള്ള പേസ്റ്റൊക്കെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞിട്ട് ആ സാധനം എടുത്ത് കളഞ്ഞു. കാരണം എന്താണ്, 100% പ്രൊഡക്റ്റ് യൂസ്. ഇത്രയും ഇന്നസെൻ്റ് ആവാൻ അങ്ങനെ ഡൽഹിയിൽ ഗോക്രൗൺ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. എന്താ പറയുക, എൻ്റെ ഗഡി, എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്, എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ജീവൻ തരാൻ പോലും തയ്യാറുള്ള എൻ്റെ സുഹൃത്ത് ഒരാളുണ്ട്, പിന്നെ ഒരു നൈബർ ഉണ്ട്, ഒരു റിലേറ്റീവ് ഉണ്ട്. ഈ 3 പേരെ കൂടെ ശക്തമായിട്ട് വർക്ക് ചെയ്യും, ഈ 3 പേരെ വിജയിപ്പിക്കും, അതിലൂടെ എനിക്ക് വേണ്ട വരുമാനം ഉണ്ടാക്കിയെടുക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടിയിട്ടാണ് വന്നത്. ഞാനിവിടെ വന്നു, ആദ്യം എൻ്റെ ഈ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തിനെ ഞാൻ വിളിച്ചു. അവൻ വന്നു. അത് കഴിഞ്ഞിട്ട് അവൻ 6 മാസം എനിക്ക് ആധാർ കാർഡ് പോലും തന്നില്ല. അവൻ പറഞ്ഞു ഈ സാധനം ഭയങ്കര പ്രശ്നമാണ്, നീ ചെയ്ത് നശിക്കരുത്, ഞാൻ ചെയ്യാൻ എന്തായാലും ഇല്ല, നീയും ചെയ്ത് നശിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വരുമാനം 30,000 രൂപ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു, ബിസിനസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേരാണ് ശ്രീനിവാസ്. ഇന്ന് DUCD ആണ്, 13 ലക്ഷത്തിന് മുകളിൽ വെസ്റ്റീജിന് വാങ്ങിച്ചുകൊണ്ടുണ്ട്. പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന രണ്ടാമത്തെ കക്ഷി ഉണ്ടായിരുന്നു. ഈ കക്ഷി മെക്കാനിക്കാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 10 വണ്ടിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്താണ് കൊടുത്തയച്ചിരുന്നത്. അപ്പോൾ ചില മാസങ്ങളൊക്കെ 50,000 രൂപയുടെ ബില്ലൊക്കെ വരും. ഞാനത് അവന് GPay ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അവനെ ഞാൻ വിളിച്ചു. അവൻ്റെ അടുത്ത് ഇന്ദ്രവീർ സാറിൻ്റെ, ഇപ്പോൾ ഇദ്ദേഹത്തിന് അപ്ലൈ ഇന്ദ്രവീർ സാറിൻ്റെ അടുത്ത് മീറ്റിങ്ങിന് കൊണ്ടുപോയി. ആ മീറ്റിംഗ് അവൻ ഡീറ്റെയിൽ ആയിട്ട് കേട്ടു. പുറത്തിറങ്ങി ഇവന് 500 രൂപയ്ക്ക് ഭക്ഷണവും ജ്യൂസും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് പോണ വഴിക്കും വരണ വഴിക്കും എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഇവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത്രയും നല്ല ബിസിനസ് ആണെങ്കിൽ നീ 1 ലക്ഷം രൂപ വാങ്ങിക്കേ, എന്നിട്ട് ഞാൻ നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ സമയവും പോയി, അതിനേക്കാളും വിഷമം 500 രൂപയും പോയി. അങ്ങനെ ഞാൻ പണിയെടുത്ത് എൻ്റെ വരുമാനം 1 ലക്ഷം രൂപയാക്കി. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു. 10-ാം തീയതി എൻ്റെ കമ്മീഷൻ 1 lakh എന്ന് കണ്ടു. പിറ്റേ ദിവസം തന്നെ രാവിലെ ഞാൻ വേഗം നേരത്തെ തന്നെ കുളിച്ച് റെഡി ആയിട്ട് അവൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തുവിടാ, എനിക്ക് 1 ലക്ഷം ഉണ്ടാക്കി, ഇനി നീ വാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, സലീം നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പത്തിൽ ഞാൻ ഒരിക്കലും ബിസിനസ് ബിൽഡ് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സ് വളരെയധികം എന്നെ റിജക്റ്റ് ചെയ്തു. അതിനേക്കാളും കഷ്ടമായിരുന്നു റിലേറ്റീവ്സ്. കാരണം ഇവരെന്നെ നന്നായിട്ട് കളിയാക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഫാമിലി ഫങ്ഷൻസിന് പോലും 2 കൊല്ലം പോയിട്ടില്ല.
അത് പോവാതിരിക്കാനുള്ള ആദ്യത്തെ കാരണം അവരെന്നെ കളിയാക്കുന്നതും, രണ്ടാമത്തത് ഉള്ളിലൊരു വാശിയായിരുന്നു ഈ ബിസിനസ്സിലൂടെ വിജയിച്ച് സ്വന്തമായിട്ട് ഒരു കാറ് വാങ്ങിച്ചിട്ട് വേണം. കാരണം ഞാൻ മാസീവ് ആക്ഷനിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് പോകാൻ സമയം കിട്ടിയിരുന്നില്ല. ഈ മാസീവ് ആക്ഷനിലൂടെ സ്വന്തമായിട്ട് ഒരു കാറ് വാങ്ങിച്ചിട്ട് വേണം ഇനിയുള്ള ഫംഗ്ഷനിൽ പോകാമെന്ന് പറഞ്ഞിട്ട് 2 കൊല്ലത്തോളം ഞാൻ ഒരു ഫാമിലി ഫംഗ്ഷനും പോയിട്ടില്ല. അവരെന്നെ വളരെ നല്ല രീതിയിൽ ഈ 2 കൊല്ലത്തോളം കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫാമിലി ഫംഗ്ഷന് എൻ്റെ ബെൻസ് കാറിൽ പോകുന്ന സമയത്ത് അവർ എഴുന്നേറ്റ് നിന്നിട്ടാണ് എന്നെ സ്വീകരിക്കാറ്. റിലേറ്റീവ്സിൻ്റെ പറഞ്ഞു ബാക്കിയുള്ള ചലഞ്ചസ്. റിലേറ്റീവ്സ് പല ആൾക്കാരും അന്ന് കളിയാക്കിയിരുന്ന പല ആൾക്കാരും ഇന്നൊക്കെ ബിസിനസ്സിലുണ്ട്. അവരൊക്കെ എൻ്റെ വളരെ താഴത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഡെപ്തിൽ വേറെ ആരൊക്കെയോ വന്ന് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ എൻ്റെ ടീമിൽ വന്നിട്ടുണ്ട്. നെയ്ബേഴ്സ് അന്നും ഇന്നും വന്നിട്ടില്ല. അങ്ങനെ ഞാൻ വിചാരിച്ച ആരും വന്നിട്ടില്ല. ഇതിന് ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ളത് എൻ്റെ സ്വന്തം അളിയനാണ്. കാരണം ഫാദർ ഇൻ ലോ ഇതിനോട് ഭയങ്കര എതിരായിരുന്നു. എൻ്റെ അളിയൻ ഒരു ദിവസം വീട്ടിൽ വന്നു, ഞാൻ ബിസിനസ്സൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് കടയിൽ സാധനം വാങ്ങിക്കാൻ പോയ സമയത്ത് ഈ ഡ്രീം ബുക്കും മറ്റേതൊക്കെ നോക്കിയിട്ട് ആളെൻ്റെ മോളുടെ അടുത്ത് പറഞ്ഞു, നിന്റെ അച്ഛന് ചെറിയ ഭ്രാന്തല്ല, മൂത്ത ഭ്രാന്താന്ന് പറഞ്ഞു. എൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല. ഇതാണ് പറഞ്ഞത്. ഞാൻ പിന്നീട് അളിയൻ പോയതിന് ശേഷമാണ് അദ്ദേഹം എൻ്റെ മോൾ ഇത് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ അവൻ്റെ അടുത്ത് പ്രൊഡക്ട്സ് വാങ്ങിക്കാനും കൺസിസ്റ്റൻസി വാങ്ങിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫാദർ ഇൻ ലോ അമ്മായിയപ്പൻ പറഞ്ഞു, നീ എന്താ അവൻ ഓട്ടോ വിളിച്ചിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് 30 രൂപ ചെറിയ എണ്ണ 30 രൂപ എണ്ണ ഇങ്ങനത്തെ ഒക്കെ കിട്ടുന്നുണ്ട്, നീ എന്തിനാണ് ഈ 50 രൂപ സോപ്പും വലുതൊക്കെ പറഞ്ഞത്, ഇതൊക്കെ ഭയങ്കര വില കൂടുതലാണ്, ഇതൊന്നും ഇവനെ കൊണ്ട് ചെയ്യിക്കരുത്, നിർബന്ധിക്കരുതെന്ന് പറഞ്ഞു. ആ സമയത്താണ് ഒരു ഹല്ലാ ബോൾ ഹൈദരാബാദ് ഉണ്ടായത്. ബൈ ഗ്രേസ് ഓഫ് ഗോഡ് ഞാനും ആ സമയത്ത് ഒരു സ്പീക്കറായിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. SP സാർ ഉണ്ടായിരുന്നു. അന്ന് ഇദ്ദേഹം പറഞ്ഞു, ഡൽഹിയിൽ നിന്ന് ഒരു സ്പീക്കർ വരുന്നുണ്ട്. ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ആ മീറ്റിങ്ങിന് എന്തായാലും വന്നിരിക്കണം, വന്നില്ലെങ്കിൽ ഈ മരുമകൻ അമ്മായിയപ്പൻ എന്നുള്ള ബന്ധം അതോടുകൂടി അവസാനിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഫാദറിൻലോ വന്നു. ഫാദറിൻലോ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തതിനു ശേഷം ആളുടെ മകൻ അഥവാ ഇദ്ദേഹത്തിന്റെ ആളിനോട് കൂടുതൽ ചീത്ത പറയാൻ തുടങ്ങി. പക്ഷെ രണ്ടാമത് ചീത്ത പറയുന്നത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഫംഗ്ഷന്റെ പവർ. ഈ സമയത്തും ബിസിനസ് വളരെ ശക്തമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും സാമ്പത്തികം വളരെ രൂക്ഷമായിരുന്നു, വളരെയധികം പ്രശ്നമായിരുന്നു. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് വർക്കിലേക്ക് ഇറങ്ങും, നേരത്തെ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ കീശയിലുള്ളത് 10 രൂപയാണ്. 10 രൂപയായിട്ടാണ് ഇറങ്ങുന്ന സമയത്ത് രാവിലെ ഭക്ഷണം കഴിക്കുന്നില്ല, ഉച്ചയ്ക്കും ഭക്ഷണമില്ല, വൈകുന്നേരമാണ് മീറ്റിംഗ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എനിക്ക് വിശന്നിട്ടൊരു തരമില്ല, എൻ്റെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങി വിശന്നിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, താഴ്ത്തു പോയിട്ട് 10 രൂപയുണ്ട്, ആ 10 രൂപയ്ക്ക് ഒരു ചായയും ബിസ്ക്കറ്റും വാങ്ങിച്ച് കഴിക്കാം. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ നടക്കാറിങ്ങിയപ്പോൾ എൻ്റെ ഡൗൺലൈനും കൂടെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡൗൺലൈനിൻ്റെ നീ അവിടെ നിൽക്ക്, കാരണം ഞാൻ പോയി കഴിച്ചാൽ എൻ്റെ കയ്യിൽ ആ കൂടി 10 രൂപയുള്ളൂ. ഈ ഡൗൺലൈനും കൂടി വന്നാൽ അവൻ ഡൗൺലൈനാണ്, അവൻ്റെ നിന്ന് പൈസ ചോദിക്കാൻ പറ്റില്ല, അത് കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. എന്നിട്ട് വെറുതെ പറഞ്ഞ് ഡൗൺലൈനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ പോയിട്ട് ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ടുണ്ട്. ഫുൾ ഡേ വർക്ക് ചെയ്തിട്ട് ഞാൻ ആകെ കൂടി ഭക്ഷണം കഴിച്ച ഒരു നേരത്തെ ചായയും ബിസ്ക്കറ്റും മാത്രമാണ്. സാമ്പത്തികം വളരെ എത്രത്തോളം രൂക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി ഒരു ദിവസത്തെ പറഞ്ഞു, ഇതേപോലെ വേറെ സംഭവം എന്നുള്ളത് ഒരു മാങ്ങയുടെ സീസണാണ്. അപ്പോൾ എൻ്റെ അയൽക്കാരൻ മാങ്ങ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് എൻ്റെ മകൻ കണ്ടു. ആ മകൻ അവൻ്റെ അമ്മയുടെ അടുത്ത് അഥവാ എൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞു. അവൻ വളരെ കരയാനായിട്ട് തുടങ്ങി. അപ്പോൾ ഭാര്യ ഇദ്ദേഹത്തെ വിളിച്ചു വന്നിട്ട് പറഞ്ഞു, മാങ്ങ വാങ്ങിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് വീട്ടിലേക്ക് ഒരു ഫ്രൂട്ട് പോലും വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടില്ല. അതാണ് സാമ്പത്തിക അവസ്ഥ. അപ്പോൾ ഇവിടെ വീട്ടിലേക്ക് മകൻ ഒരു മാങ്ങ, അച്ഛൻ എനിക്ക് ഒരു മാങ്ങ മതി എന്ന് പറഞ്ഞ് കരയുമ്പോൾ ആ ഒരു മാങ്ങ വാങ്ങിക്കാനുള്ള കാശ് പോലും കയ്യിലില്ല. എന്നിട്ട് ഇദ്ദേഹം വേറെ ആരിൽ നിന്നുമാണ് 100 രൂപ കടം വാങ്ങിച്ചിട്ട് അന്ന് മാങ്ങ വാങ്ങിച്ചു കൊണ്ടുപോയി. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ജീവിതത്തിൽ ഇത്രയും പ്രശ്നമുള്ള സമയത്തും ഡൗൺലൈനിൽ നിന്നും അദ്ദേഹം പൈസ കടം വാങ്ങിച്ചിട്ടില്ല, അപ്ലൈനിൽ നിന്നും കടം വാങ്ങിച്ചിട്ടില്ല. കാരണം അത് ബിസിനസ് റൂൾസിനെതിരാണ്. അപ്പോൾ പിന്നെ പൈസ എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്? ഈ പ്ലാൻ കൊടുത്ത് നോ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇദ്ദേഹം പൈസ പോയിട്ട് കടം വാങ്ങിക്കും. ഓക്കെ, ഇദ്ദേഹം ബിസിനസ് തുടങ്ങിയ സമയത്ത് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും വീട്ടിൽ ടൂൾസ് ഉണ്ടായിരുന്നു. ഇത് മുമ്പ് ബിസിനസ് തുടങ്ങിയ സമയത്ത് ആദ്യത്തെ വാങ്ങിച്ചിട്ടുള്ള ടൂൾ സെറ്റാണ്. ഇത് കംപ്ലീറ്റ് ഹിന്ദിയാണ്. ഇവര് തെലുഗുവാണ്. തെലുഗു അല്ലാതെ ഹിന്ദി പല ആൾക്കാർക്കും ആ ഭാഷ ചെന്ന്, ഇദ്ദേഹത്തിന് കുറച്ച് ടാക്സി ആയതുകൊണ്ട് സംസാരിക്കാൻ അറിയാം, വായിക്കാൻ അറിയില്ല. ഇദ്ദേഹത്തിന്റെ അവിടെയുള്ള ആൾക്കാർക്ക് തെലുഗു മാത്രമേ അറിയുള്ളൂ. പക്ഷെ എന്നിട്ട് പോലും ഇദ്ദേഹം വാങ്ങിച്ചു. കാരണം എന്താണ്? ഇദ്ദേഹം ടാക്സി ഡ്രൈവറാണ്. ഇദ്ദേഹം സംസാരിച്ച് പോകുന്ന കഴിഞ്ഞാൽ ഒരു ടാക്സി ഡ്രൈവറിന്റെ ഫീലിംഗേ കിട്ടുള്ളൂ. പക്ഷെ ടൂൾസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് വാല്യൂ കൂടും എന്നുള്ളതാണ്. ഇപ്പോഴും ചെക്ക് ചെയ്ത് നോക്കുക, ഇവരുടെ വീട്ടിൽ എപ്പോഴും ഒരു മിനിമം 30,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ടാവും. ഇവര് ബൾക്കിന് ഒരു മാസം 30,000 50,000 രൂപയുടെ പ്രൊഡക്റ്റ് ടൂൾസ് എല്ലാ മാസവും 30,000 തൊട്ട് 50,000 രൂപയുടെ ടൂൾസ് വാങ്ങിച്ചിരുന്നു. എന്നിട്ട് ഇത് ടീം വൈസ് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കണതാ.
ഇപ്പോൾ ആ സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ എല്ലാ ക്രൗണുകളും അവരവരുടെ ടീമിലേക്കുള്ളത് അവർ സ്വന്തമായിട്ട് വാങ്ങിക്കുകയാണ്. എന്നിട്ട് പോലും ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഒരു 30,000-50,000 രൂപയുടെ ടൂൾസ് എന്നും ഇപ്പോഴും ഉണ്ട്. तो नहीं ये तो बोलो, चेक तो चाहिए 15 लाख का सलीम के बराबर, और करना अपने तरीके से, टू नहीं लेना है. ये बोलो. നമുക്ക് സലീമിനെ പോലെ 15 ലക്ഷം രൂപ വേണോന്ന് ചോദിച്ചാൽ വേണം. യെസ് ഓർ നോ? അത് സംശയമില്ല. പക്ഷെ ചെയ്യുന്നത് സലീമിനെ പോലെ ചെയ്യുമെന്ന് ചോദിച്ചാൽ अभी बोलते नहीं करेंगे. मैंने पूछा सलीम की तरह तो पैसा उनके तरफ चाहिए, हाँ चाहिए, तो करेंगे तो किसकी तरह करेंगे? हमारी तरफ से. वैसे ही बोला इन्होंने. അല്ലെ? അതെല്ലാം മനസ്സിൽ ഓട്ടോമാറ്റിക് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഇതുകൊണ്ട് തന്നെയാണ് പ്രശ്നം. ചെയ്യുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ചെയ്യണം. ഈ ടൂൾസ് ഇല്ലാതെ ബിസിനസ് ചെയ്യൽ വളരെ എളുപ്പമാണ്. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സൈക്കിൾ ഇരിക്കുകയാണ്, സ്റ്റാൻഡ് മാറ്റിയിട്ടില്ല. അപ്പൊ സ്റ്റാൻഡ് മാറ്റാത്ത സൈക്കിളിൽ ഇരുന്ന് ചവിട്ടി കഴിഞ്ഞാൽ നല്ല വേഗത്തിൽ ചവിട്ടാനായിട്ട് പറ്റും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, കുറെ വേർത്ത് നോക്കിയാലും എവിടെ ഉണ്ടാവും? അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ടൂൾസ് എപ്പോഴാണോ വാങ്ങിക്കുന്നത് അപ്പോഴാണ് സ്റ്റാൻഡ് മാറി നിങ്ങളുടെ വണ്ടി, നിങ്ങളുടെ ബിസിനസ് ഓടാനായിട്ട് തുടങ്ങുന്നത്. ഇത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ. പിച്ചേ വാല, ഇദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇദ്ദേഹം ഗോൾഡ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ളതാണ്. ഇദ്ദേഹം ഡൽഹിയിലെ ത്യാഗരാജ സ്റ്റേഡിയത്തിൽ ഫാമിലി റിയൂണിയന് വന്നിട്ടുള്ളതാണ്. ഈ ഡൽഹിക്ക് ഫോട്ടോ പേത്താറോ. അങ്ങനെ ഫസ്റ്റ് ഫാമിലി റിയൂണിയൻ ആണ് ത്യാഗരാജയിൽ വന്നിട്ടുള്ളത്. അതേ സീസണില് അതേ മാസത്തിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് ഫാമിലി റിയൂണിയൻ ആണ് സൂറത്തില്, ഗുജറാത്തിലെ സൂറത്തിൽ വന്നിട്ടുള്ള ഫാമിലി റിയൂണിയൻ. ഇതിന് കേരളത്തിൽ നിന്ന് ലീഡേഴ്സ് പോയിട്ടുണ്ട്. അതാണ് ആ ബാക്കിൽ കാണുന്നത്. തുറച്ചു നോക്കുന്ന കണ്ണുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലം നോക്കാറുള്ളൂ. പക്ഷെ അതേ സമയത്ത് അതേ തവണ തൊട്ടടുത്ത മാസം ഇദ്ദേഹം അടുത്ത ഫാമിലി റിയൂണിയനും കൂടി പോയി. ഒരേ സമയത്ത് 3 ഫാമിലി റിയൂണിയൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഫാമിലി റിയൂണിയന് പോകുന്ന സമയത്തൊക്കെ ഒരു സമയത്ത് ഒരു ടീമിനെ കൊണ്ടുപോകും. അടുത്ത പ്രാവശ്യം ഈ വരാത്ത ആൾക്കാരോ വന്ന ആൾക്കാരെയോ ഡൗൺലൻസിനെ കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ കൂട്ടി കൊണ്ടുപോയിട്ട് ഹിന്ദിയും ഒരു സാധനം അറിയാത്ത പുരുഷോത്തം ദാസു പോലുള്ള ആൾക്കാർ അവർ ഫംഗ്ഷന് കയറും, എല്ലാവരും കൈയടിക്കും, ഇവർ ചുറ്റും നോക്കും, അവർ കൈയടിക്കും. ഈ രീതിയിലാണ് ഇവരുള്ള എല്ലാ ആൾക്കാരും ഫംഗ്ഷൻ. ഇന്ന് പുരുഷോത്തം ദാസു 17 ലക്ഷമാണ് വാങ്ങിക്കണേ. ഹിന്ദിയുടെ ഒരു ശബ്ദം അറിയില്ല, കൈയടിക്കാൻ വരട്ടെ. അവർ ഫംഗ്ഷന് പോയിട്ടാണ് കൈയടിക്കുന്നത്. पुरुषोत्तम 17 लाख सुनते ही ताली बाज. 17 लाख में क्या रखा है उन्होंने? फंक्शन पे गए. हाँ, तब भी ഹിന്ദി അറിയില്ല, എന്നിട്ടും അദ്ദേഹം ഫംഗ്ഷന് പോയിട്ട് ഇരുന്നിട്ടാണ്. അങ്ങനെയാണ് ഇവര്. ശരിക്കും നമ്മുടെ പച്ച മലയാളത്തിൽ പറയും, എന്താ പറയാ, പാനി ഭ്രാന്ത. നമ്മളെന്താ പോവാത്തത്? संध्या पोस्टमानिया है इनकी डाउनलाइन में. दिल्ली में वो आई, गोक्राउन में हमने उसको इनवाइट किया, जैसे सलीम को यहाँ इनवाइट किया, अनूप को यहाँ इनवाइट किया. वो एक वर्ड उसको मालूम नहीं है हिंदी का, और 4 साल तक 4 years कंटिन्यूअसली ही यूज्ड टू कम दिल्ली, अहमदाबाद, फैमिली रियूनियन, गोक्राउन, एवरीवेयर. अभी भी हिंदी का एक शब्द नहीं जानती वो. अभी आप सोच सकते हो, उसका चेक है 5 लाख रुपए, और सब्जी बेचने का काम करती थी, वेजिटेबल सेलर. हम नहीं समझते इस बात को. सबको बिजनेस चाहिए हैदराबाद जैसा. हैदराबाद क्या कर रहा है, इसलिए मैं हैदराबाद को यहां लेके आया हूं आपके सामने. तो सलीम इज द ग्रेट सर्वर ऑफ विनिंग टीम. क्योंकि सलीम के बिजनेस को बढ़ाने के लिए मुझे आप लोगों का चेक 10 लाख का होगा, तो आपको मुझे हैदराबाद भेजना है फिर, और आपको ये बोलना है कि सलीम जी से हम सीख कर आए हैं, आपको हैदराबाद में दोबारा सिखाने आए हैं सलीम की डाउनलाइन को. दिस इज अ विनिंग टीम. तो ये समझने की जरूरत है ना. ये बोलो. ഇദ്ദേഹം ഇപ്പൊ ഈ തവണ ഗോക്രൗൺ ഡൽഹിയിൽ നടന്ന സമയത്ത് ഹൈദരാബാദിൽ നിന്ന് സന്ധ്യ എന്ന് പറയുന്ന ഒരു ലീഡർ ഗോക്രൗണിൽ വന്ന് സംസാരിച്ചു. അവര് ഡൽഹിയിലെ ഹിന്ദിയിൽ നടക്കുന്ന ഗോക്രൗണിൽ അവർ വന്ന് സംസാരിച്ച് തെലുഗുലാണ്, കാരണം അവർക്ക് ഹിന്ദി അറിയില്ല. പക്ഷേ ഇതേ സന്ധ്യ
കഴിഞ്ഞ 4 കൊല്ലമായിട്ട് നടക്കുന്ന എല്ലാ ഗോക്രൗണ്ടും എല്ലാ FRUയിലും ഡൽഹി, അഹമ്മദാബാദ്, പൂനെ എല്ലാ സ്ഥലങ്ങളിലേക്കും അവരെത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷന് നടക്കുന്ന ഒരു കാര്യം അവർക്ക് മനസ്സിലാക്കാൻ പോലും സാധിച്ചിട്ടില്ല. കാരണം അവർക്ക് ഹിന്ദി അറിയില്ല. പക്ഷെ അതുകൊണ്ട് ഇന്ന് പ്രതിമാസം 5 ലക്ഷം രൂപ അവർ വാങ്ങിക്കുന്നുണ്ട്. അവരുടെ സ്പീച്ച് ഡൽഹിക്കാർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ തെലുഗുവിൽ പറയും, അവരെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ കേൾക്കും. ഇപ്പൊ ഇദ്ദേഹം ഹിന്ദിയിൽ പറഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോലെ. ഇനി നിങ്ങൾ സക്സസ് ആകുന്ന സമയത്ത് തീർച്ചയായും നിങ്ങളെ വിന്നിംഗ് ടീം കൊണ്ടുപോകുന്നുണ്ടാവും ഹൈദരാബാദിലേക്ക്. കാരണം അവിടെ നിങ്ങളുടെ സക്സസ് സ്റ്റോറി അവിടെ ഷെയർ ചെയ്യപ്പെട്ടിട്ട് അവിടെ പുതിയ സക്സസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അതാണ് വിന്നിംഗ് ടീം. ഇദ്ദേഹത്തിന്റെ ടീമിൽ 3 പേരുടെ പേര് പറഞ്ഞു. कौन कौन अभी अपने 3 लोगों का नाम? आंजनेल रासनोरी, जिसको हिंदी नहीं आती है. अनिल, आंजनेलू, संध्या वड्डेमानु. ആഞ്ചലേലു, സന്ധ്യ വടമാലു. ഇവര് 5 ലക്ഷം, ആദ്യത്തെ 2 പേര് 5 ലക്ഷം, മറ്റേ മൂന്നാമത്തെ ആൾ 9 ലക്ഷമാണ് പ്രതിമാസം വാങ്ങിക്കുന്നത്. 9.5. ഇൻകം അല്ല ഇവിടെ ഇമ്പോർട്ടന്റ്, അവരെന്ത് ചെയ്തു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അവര് പക്ഷെ ഈ 4 കൊല്ലവും അവര് ഹിന്ദി അറിയില്ല, ഹിന്ദിയുടെ ഒരു ശബ്ദം അറിയില്ല. പക്ഷെ അവര് FRU, ഗോക്രൗണ്ട് എല്ലാത്തിനും പോയി അറ്റൻഡ് ചെയ്യും. അവര് ചെന്നിരുന്ന് അവര് കേട്ടിരിക്കും. ആകെ കൂടി അവർക്ക് കിട്ടുന്നത് എന്താ? ഈ എക്സൈറ്റ്മെന്റ്, ഈ ഒരു എനർജി. അത് കഴിഞ്ഞിട്ടാണ് വന്ന് ബിസിനസ് ബിൽഡ് ചെയ്തിരുന്നത്. അവർ ബിസിനസ് ബിൽഡ് ചെയ്തിരുന്നത് മാത്രമല്ല, എല്ലാ തവണയും അവർ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ടീമിൽ നിന്ന് തന്നെ തുടക്കത്തില് 100, 150, 200, 250 പേരെ വെച്ചിട്ട് ഇവർ കൊണ്ടുപോകും. ഒരു ഗോക്രൗണോ FRO അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് 2 മാസം 3 മാസം മുമ്പേ തന്നെ ഇവർ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യും, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വന്നോ. അങ്ങനെ ഇവര് ഹൈദരാബാദിൽ നിന്ന് 700, 750 പേരെ കൊണ്ടുപോയിട്ടുണ്ട്. അത് എന്തുകൊണ്ട് 750 നിന്നും ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയിൻ ടിക്കറ്റും ഒന്നും കിട്ടാത്തത് കൊണ്ട്. ആൾക്കാർ പല രീതിയിൽ വന്നിട്ടുണ്ട്. സ്വർണം പണയം വെച്ചിട്ട് വന്നിട്ടുണ്ട്, ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി വന്നിട്ടുണ്ട്. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം താമസിക്കാൻ സ്ഥലം കിട്ടാതെ വന്നിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ആൾക്കാരുടെ മൊബൈൽ ഫോൺ മോഷണം പോയിട്ടുണ്ട്. പല ആൾക്കാർക്കും വയറിളക്കം വന്നിട്ടുണ്ട്. ഹോട്ടൽ കിട്ടാതെ വഴിയിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവൻ ഹോട്ടൽ മറ്റേ മൊബൈൽ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള പടം കാണും, പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത്രയും വലിയ മൂട്ടയുള്ള ഹോട്ടലുകളിൽ ഞങ്ങൾ പോയി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഈവൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് വയറിളകിയിട്ട് ഫംഗ്ഷൻ വന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തോന്നുമ്പോൾ വേഗം ഫംഗ്ഷന്റെ ബാത്റൂമിൽ പോയിട്ട് സ്ഥിരം ഈ ഫംഗ്ഷൻ ബാത്റൂമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇവരൊക്കെ തന്നെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സൂറത്തിൽ നടന്നിട്ടുള്ള ഫംഗ്ഷന് 2 ദിവസം ട്രാവൽ ചെയ്യണം. അവസാനം ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് ഇവര് 40 പേര് ബസ് കയറിയിട്ടാണ് 2 ദിവസം ബസ്സിൽ ഇരുന്നിട്ടാണ് ഈ ഫംഗ്ഷനിലേക്ക് എത്തിയത്. 2 दिन लगे, 2 days from Kochi, from Hyderabad to Surat in bus, 40 people, because they don't have the ticket in train. तो तुम्हारा चेक कितना था? उस टाइम पे मेरा चेक 70-80 हज़ार था बस. 70-80 भी नहीं था. 14 महीने तक 1 लाख क्रॉस नहीं हुआ मेरा. बोलो बोलो. 14 नहीं, 23 मंथ्स तक 1 लाख क्रॉस नहीं हुआ. 14 महीने तक 32,000 आया. उसके बाद 20,000 क्रॉस नहीं हुआ. 14 मंथ्स. ഇദ്ദേഹത്തിന് ഇൻകം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾ വലിയ ഇൻകം ഉണ്ടെന്ന് വിചാരിക്കരുത്. 2 ദിവസം ബസ്സിൽ ട്രാവൽ ചെയ്ത് ബസ് കാല് താഴെ ഇട്ട് ഇങ്ങനെ ഇരുന്ന് അവിടെ എത്തുമ്പോഴത്തേക്കും കാല് നീര് വന്നിട്ട് വീർക്കും. ഏത് മനുഷ്യനായാലും 2 ദിവസമൊക്കെ ഇതിലിരുന്ന് കഴിഞ്ഞാൽ അത്രയും വയ്യാതെ വരും. അങ്ങനെയാണ് അറ്റൻഡ് ചെയ്തിരുന്നത്. ആ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ഇദ്ദേഹത്തിന്റെ ഇൻകം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം 32,000 വരെ പോയ ബിസിനസ് താഴത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നീട് 14 മാസം കഴിഞ്ഞിട്ടാണ് പിന്നീട് 20,000 ക്രോസ് ചെയ്തത്. അപ്പൊ ഈ 10-20,000 ഇൻകം കിട്ടുന്ന സമയത്താണ് ഈ മാസം ഈ സൂറത്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇവർ FRUന് വന്നിരുന്നത്. सबको इनकम सलीम जितना चाहिए, काम अपने तरीके से करना है. फैमिली यूनियन हैदराबाद वाले खींच कर लेकर गए हैं. विनिंग टीम को मजबूर होना पड़ा हैदराबाद में FRU करने के लिए. और अब एक बार नहीं होता है, 2 सेशन होते हैं 1 साल में. कब हुआ? जब 500 लोग 500 पीपल they came in the अहमदाबाद और दिल्ली. आपको नहीं आना है. क्यों? हम समझते नहीं हैं, पर इनकम चाहिए. केरला में करोगे तो करेंगे, नहीं होगा केरला में. तब तक नहीं होगा जब तक 500 नंबर्स दिल्ली नहीं आएंगे और जब तक यहां पर 3-4 नए DUCD नहीं जाएंगे. आपको नहीं आना है. कैसे होगा? क्या करेंगे हम? कैसे करें फंक्शन? 100 लोगों में फंक्शन करें FRU?
भैया आपके 100 लोगों से 5,000 लोग कब होंगे? जब आप 500 लोग दिल्ली लेकर आओगे। नहीं तो जितने बच्चे वो भी नहीं बचेंगे। और मैं लाइव एग्जांपल बता रहा हूं, ये सलीम यहां खड़ा है, पूछो इससे, बात करो इससे, फोटो दिखाई दे रहा है, ये तो श्रीदास के बगल में है ना, श्रीदास भी दिख रहा है ना इसमें। तो आज डिसाइड करना पड़ेगा आज कि अपने तरीके से काम करना है या विनिंग टीम जो कह रहा है, विनिंग टीम जो कह रहा है वो आंख बंद करके जस्ट फॉलो, नो लैंग्वेज बैरियर, नो एरिया बैरियर, नो स्टेट बैरियर, otherwise resign the business and kill your dreams. तो आपके पास में सलीम, टच करो, मारो, पीटो, उठा के देखो इसको, ये सही आदमी है कि नहीं है, रियल आदमी है कि नहीं, ये कर रहा है कि नहीं कर रहा है, कैसे किया इसने, चेक करो, फोटो लो, उससे पूछो। इसलिए ये गोक्राउन हो रहा है इतने लोगों में। अब भी समझ में नहीं आएगा तो फिर भगवान को मालूम है कब आएगा। बोलो सर। നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, വിന്നിംഗ് ടീം ഹൈദരാബാദ് പോയിട്ട് ഫംഗ്ഷൻ ചെയ്യേണ്ടി വന്നതാണ്. കാരണം ഇവര് ഞങ്ങളെ പിടിച്ചു വലിച്ച് ഹൈദരാബാദിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് അവിടെ ഗോക്രൗണോ FRU അവിടെ ഒരു FRU അല്ല, 2 FRU, ഒരു ഫാമിലി റിയൂണിയൻ എന്ന് പറഞ്ഞാൽ 3000-4000 പേരുടെ ഫംഗ്ഷനാണ്. ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യമാണ് അവിടെ ചെയ്യേണ്ടി വന്നത്. കാരണം ആ FRU നടക്കുന്നതിന് മുമ്പ് പുറത്തെല്ലാം എന്ത് ഫംഗ്ഷൻ ഉണ്ടോ ഇവർ 500-1000 പേരെ അവിടെ നിന്ന് ഇന്ത്യയുടെ മറ്റു ഭാഗത്ത് നടക്കുന്ന എല്ലാ ഫംഗ്ഷനിലേക്കും കൊണ്ടുവന്നു. അവർക്ക് ലാംഗ്വേജ് ബാരിയർ ഇല്ല, അവർക്ക് വലിയ ബുദ്ധിയില്ല, അല്ലെങ്കിൽ അവർ വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്ന നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരെ അവർ കൊണ്ടുവന്നു. ആ ബിസിനസ് മനസ്സിലാക്കി അവർ ഇവിടെ വന്നു, ബിസിനസ് ബിൽഡ് ചെയ്തു, അവരുടെ ജീവിതത്തിൽ അവർ മാറ്റം ഉണ്ടാക്കി. ഇന്ന് 2 ഫംഗ്ഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സലീമിനെ പോലെ ഇൻകം വേണം, പക്ഷെ സലീമിനെ പോലെ പണിയെടുക്കാൻ അത് മാറ്റം വരുന്നുണ്ട്. നമ്മൾ എടുക്കാൻ തയ്യാറല്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭാഷകൾ അറിയില്ല, നമുക്ക് പുറത്തുള്ളത് നോക്കണ്ട, നമ്മൾ ഫംഗ്ഷൻ പ്രൊമോട്ട് ചെയ്യില്ല, കാരണം വില കൂടുതലാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ടീമിലേക്ക് ഈ ഫംഗ്ഷൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലൈൻസിന്റെ അടുത്ത് പറയാണ് ഇങ്ങനത്തെ ഫംഗ്ഷന്റെ ആവശ്യമില്ല, ലാംഗ്വേജിന്റെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് റിസൈൻ ചെയ്ത് ഈ ബിസിനസ് നിന്ന് പുറത്തു പോകൂ. കാരണം നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാരുടെ ബിസിനസ് കൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് ബിസിനസ് നിന്ന് വിട്ടുപോവാം. അപ്പൊ ഇവിടെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുക, ഇനി കേരളത്തിലൊരു FRU വേണോ? അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കേരളം പുറത്ത് നടക്കുന്ന FRUലേക്ക് മിനിമം 500 പേരെ 2 ഫംഗ്ഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിന്നിംഗ് ടീം കേരളത്തിലെ FRU കൊണ്ടുവന്നു തരും. പക്ഷെ ആദ്യം കേരളത്തിന് പുറത്ത് നടക്കുന്ന FRUയിലെ നിങ്ങൾ വെസ്റ്റീജിലൂടെ വിജയിക്കാൻ, വിന്നിംഗ് ടൂറിൽ വിജയിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ കം ഔട്ട്, കേരളത്തിന് പുറത്ത് വന്നിട്ട് നിങ്ങൾ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ ടീമിനെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യിക്കുക. അത് കഴിഞ്ഞിട്ട് വിന്നിംഗ് ടീം ഇവിടെ വന്ന് നിങ്ങൾക്ക് ചെയ്തു തരാം. नहीं होगा बोला ना, नहीं होगा यहाँ पर। मैंने कहा कि 500 लोग मिनिमम अगर जाओगे तभी होगा। हाँ यही बोला। അത് ഈ ക്രിയ ചെയ്യുന്ന സമയത്ത് നമ്മള് हिंदी में। हाँ हाँ ये तो तेलुगु, ये तो मलयालम में। मलयालम में बोल दिया इन्होंने ऑलरेडी। हाँ, तो हिंदी में बोलो। हिंदी में बोलना कि जो पूजा करेंगे तो उनको पुजारी को टच करेंगे कि वो जो कर रहा है उसका। नहीं, सीनियर। हाँ सीनियर को ये कर्मी जो बैठेगा वो सीनियर मोस्ट रहेगा। हाँ। तो वो जो पूजा करेगा तो वो उसको टच करके रहेगा कि मैं भी वही कर रहा हूँ। हाँ। तो आपको 100% बोल रहा हूँ कि मैं भी आपका ही जो वजन है वही मैं भी बोलता हूँ। Okay. बस इसलिए टच कर रहा हूँ। Not only this word, it's my words. My words also. Yes. ഇങ്ങേരോട് പറഞ്ഞ അവരോട് പറഞ്ഞില്ല. My words also എന്നുള്ള പേരില്. അതെ, ഞങ്ങളുടെ ഇടയിലൊക്കെ ഈ ഹിന്ദുക്കളുടെ ഇടയിൽ മരിച്ച അടിയന്തരം കൂട്ടുമ്പോൾ 4-5 മക്കളുണ്ടായിരുന്നെങ്കിൽ മൂത്തൊരാൾ ക്രിയ ചെയ്യും. മൂത്ത ആൾ ക്രിയ ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഇങ്ങനെ തൊട്ട് നിന്നാൽ അത് ഇവരും കൂടി ചെയ്യണതായിട്ടാണ്. അപ്പോൾ ഇവർ ക്രിയ ചെയ്യേണ്ട, മൂത്ത ആൾ ചെയ്താൽ മതി, താഴെയുള്ളവർ തൊട്ട് നിന്നാൽ മതി. ഇങ്ങനെ ഇപ്പം ഈ പറഞ്ഞത് മുഴുവൻ ഞാൻ തൊട്ട് നിൽക്കുകയാണ്. അല്ല, അപ്പേൻ എൻ്റെ അടുത്ത് മീ ടു ഓൾസോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതൊന്നല്ല, വേറെയും പറഞ്ഞു.
देखो Continue. ये सलीम का जो चेक है ना, ये 13 lakhs, 14 lakhs, 13 lakhs, 14 lakhs एवरी मंथ आ रहा है। ऐसा नहीं कि हाईएस्ट चेक था, अभी राइट? 7 मंथ से 12 लाख प्लस ही है almost. लास्ट 7 मंथ से 12 lakhs, 13 lakhs, 12 and half, 13 and half कंटिन्यूअसली। इट्स नॉट अ हाईएस्ट चेक। श्रीदास के बगल में जब सलीम बैठा था ना, तो श्रीदास को मालूम भी नहीं था मैं किसके बगल में बैठा हूं। मैं भी उनके साथ बहुत सेल्फी लिया सर। तुमने एक दूसरा सेल्फी लिया? गोरे गोरे है, कोट में है, अच्छे लीडर, बड़े लीडर। गोरे गोरे अच्छा स्मार्ट आदमी है, कोट पे है। देखो अभी श्रीदास के साथ इसने सेल्फी लिया है ना, अभी श्रीदास इसका ऑटोग्राफ लेगा। और अभी आपके बगल में जो बैठा है ना, आपको मालूम नहीं है वो कौन है, फोटो ले लो। जब आपका चेक 15 लाख का होगा ना, तब आप भी दिखा रहा हो, वो देखेगा अरे यार ये तो मेरे बगल में बैठा हुआ था, इसका 15 लाख का चेक हो गया क्या। തീർച്ചയായും ഈ സൂറത്തിൽ ഫാമിലി റിയൂണിയൻ നടക്കുമ്പോൾ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരിക്കലും ശ്രീദാസ് വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ സലീമാണ് എടുത്തിരിക്കുന്നത്, ഇദ്ദേഹം ഭാവിയിൽ ഇതാകാൻ പോകുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ എന്തായാലും ഫോട്ടോ എടുക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ 10-15 ലക്ഷം വാങ്ങിക്കുന്ന സമയത്ത് സെഷൻ ചെല്ലുമ്പോൾ ഇതേ ഫീലിംഗിൽ തൊട്ടടുത്ത ആൾക്ക് ഓ എന്റെ കൂടെ അടുത്തുണ്ടായിരുന്ന ആളാണോ ഈ 10 ലക്ഷം വാങ്ങിക്കുന്ന ഒരു പ്രതീതി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോ ഇങ്ങനെ കൂടെ നിന്നു, ഇദ്ദേഹം എന്തുകൊണ്ട് ഫോട്ടോ എടുത്തു, അന്ന് ശ്രീദാസ് സ്റ്റേജിൽ കയറി റെക്കഗ്നീഷൻ വാങ്ങിച്ചു, പുറത്തിറങ്ങി. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല കളറുള്ള നല്ല അടിപൊളി കക്ഷി, അപ്പോൾ നല്ല ലീഡറാണ്. അപ്പോൾ അദ്ദേഹം ശ്രീദാസിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. പക്ഷെ ഇന്നത്തെ സാഹചര്യം എന്താണ്, ശ്രീദാസ് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങിക്കും. ഞങ്ങൾ റെഗുലറായിട്ട് എൻ്റെ വീടിന്റെ അടുത്ത് ഒരു സ്ഥലത്ത് ചെറിയൊരു സ്ഥലത്ത് മീറ്റിംഗ് നടത്തിയിരുന്നു. പക്ഷെ ഞാൻ റെഗുലറായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയമായിരുന്നു. ഞാൻ ട്രാവൽ ചെയ്ത സമയത്ത് അന്ന് ഈ ഫോട്ടോ പിന്നെ എടുക്കാം, ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷനാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഹാളിൽ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് മീറ്റിംഗ് എടുക്കുന്ന സമയത്ത് അന്ന് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. അപ്പം മീറ്റിംഗ് ക്യാൻസൽ ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. ആ അവസ്ഥ വന്ന സമയത്ത് എൻ്റെ വൈഫാണ് ചെന്നിട്ട് ചെയർ ഇടുകയും എല്ലാ അറേഞ്ച്മെന്റും ചെയ്തത്. അവസാനം അവിടെ മീറ്റിംഗ് അവിടെ വന്നതിൽ ഒരു ലീഡർ ചെയ്തു പോയി. പക്ഷെ വൈഫിന്റെ സപ്പോർട്ടും കൂടി ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇന്ന് വിജയിക്കാനായിട്ട് സാധിച്ചത്. द वे ऑफ वर्किंग, ये ड्यू सीडी है, इस वक्त 10 लाख रुपीज का चेक है। द वर्किंग पैटर्न, लुक एट द ईगो। हम यहाँ क्राउन हो जाते हैं, हमारा चेक 1 लाख रुपए का हो जाता है तो हमारी चाल ऐसी हो जाती है, बिकॉज वी आर अर्निंग 1 लाख रुपीज। मैं डाउन लाइन को सुनता नहीं हूं, डाउन लाइन को देखता नहीं, हु आर यू, आई डोंट नो, एंड ही इज अर्निंग 10 लाख रुपीज and showing the plan. ഈ ഫോട്ടോ എടുത്തത് ഇദ്ദേഹം DUCD ആയിട്ട് 10 ലക്ഷം രൂപ വാങ്ങിക്കുന്ന സമയത്താണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഫോട്ടോയിൽ അദ്ദേഹം എവിടെയാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് പ്ലാൻ കൊടുക്കുന്നത്. കാരണം ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് ഏത് രീതിയിലാണോ പ്രവർത്തിച്ചത് അതേ രീതിയിൽ തന്നെയാണ് 10 ലക്ഷം രൂപ DUCD വാങ്ങിക്കുന്ന സമയത്തും ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും ഈ ബിസിനസ്സിൽ വീണു പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൽ ക്രൗൺ ഡയറക്ടറായിട്ട് 1 ലാക്ക് വാങ്ങിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ നെഞ്ചിരിപ്പ് കുറച്ചൊന്ന് കൂടും. അദ്ദേഹം പറയും അപ്ലൈൻ്റെ അടുത്തും ഡൗൺലൈൻ്റെ അടുത്തും എനിക്ക് ഇനി എന്താണ്, ഞാൻ 1 ലാക്ക്, ഞാൻ വലിയൊരു സംഭവമാണ് എന്നുള്ളൊരു ഫീൽ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, വിന്നിംഗ് ടീമിന്റെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇന്നസെൻസി. ഓക്കെ, 1 ലാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ നെഞ്ച് വിരിച്ച് ഇങ്ങനെയാണ് നടക്കുന്നുണ്ടാവുക. ഓക്കെ, ആ സമയത്ത് അപ്ലൈൻ പറയുന്നതിന് വലിയ വിലയില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളാണ്, എല്ലാത്തിനും അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് വിന്നിംഗ് ടീമിന്റെ കൾച്ചർ അല്ല. വിന്നിംഗ് ടീമിന്റെ കൾച്ചർ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഫോളോ ചെയ്യലാണ്, 100% ഫെയ്ത്തോട് കൂടിയിട്ട് ബ്ലൈൻഡ് ആയിട്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓടി നടന്ന് 1-to-1 പ്ലാനിങ് എടുക്കും. 1-to-1 പ്ലാൻ എടുത്താൽ തന്നെ ഉടനെ തന്നെ ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഹോം മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ഹോം മീറ്റിംഗിലേക്ക് അവരെ ഞാൻ കണക്ട് ചെയ്യും. ഇത് എൻ്റെ നമ്മൾ മുമ്പ് കണ്ട ഫ്രണ്ട്ലി ട്രാവൽസിന്റെ ഓഫീസാണ്. ഓഫീസ് അടച്ചുപൂട്ടി, പക്ഷെ ട്രാവൽസ് അടച്ചുപൂട്ടി, ഓഫീസ് അടച്ചുപൂട്ടലിന്റെ വക്കീലായിരുന്നു. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എൻ്റെ ഓഫീസിൽ നടക്കുന്ന മീറ്റിംഗിലേക്ക് ആൾക്കാരെ വിളിക്കും. ഇത് പ്ലാൻ എടുക്കുന്ന ചരൺ ആണ്. ചരൺ ഇന്ന് DUCD ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പോൾ ആൾ നടക്കുന്ന മീറ്റിംഗിന്റെ ഫോട്ടോ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. तो 1-to-1 प्लान के बाद होम मीटिंग करना चाहिए, होम मीटिंग के बाद और संडे मीटिंग को इनवाइट करना चाहिए. संडे मीटिंग मतलब 50-100 लोग 200 लोग होंगे, तो फिर वहां पे आने के बाद नेक्स्ट
ये हम इन्वाइट करेंगे ईडीएस हल्ला बोल जैसे बड़े मीटिंग्स को। जब ईडीएस हल्ला बोल में आएंगे तो उनको गोकरॉन एफआरयू आने के लिए प्रमोट करने की जरूरत नहीं, वो अपने आप कर लेंगे। मगर हम क्या करते हैं गलती, जैसे प्लान दिखा दिया, चलो गोकरॉन, चलो एफआरयू बोलते, वो लोग आने में वो उनको पता नहीं है कि बिजनेस क्या है, विजन नहीं है। तो हमको वन टू वन प्लान के बाद नेक्स्ट ये प्रोसेस करना है, हम वही करते हैं। ഞങ്ങൾ ബിസിനസ് ബിൽഡ് ചെയ്തിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് അവർക്ക് വിശ്വാസങ്ങൾ നൽകിയിട്ടാണ് ഞങ്ങൾ 1-to-1 പ്ലാൻ കൊടുക്കും. അവിടുന്ന് ഹോം മീറ്റിംഗിലേക്ക് വിളിക്കും, അവിടുന്ന് വീക്ക്ലി നടക്കുന്ന മീറ്റിംഗിലേക്ക്. കാരണം ഹോം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു 10 പേരുടെ അടുത്താണ് ഉണ്ടാവുക. വീക്ക്ലി മീറ്റിംഗിലേക്ക് ചെല്ലുന്ന സമയത്ത് അത് ഏകദേശം 50-100 പേരിലേക്ക് എത്തുന്നുണ്ടാവും. അവിടുന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ റെഗുലറായിട്ട് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടുന്ന് ഇനി പിന്നീട് വരുന്ന വലിയ ഇവന്റ്, അത് ഹല്ലാബോൽ ആയിരിക്കാം, EDS ആയിരിക്കാം, അങ്ങനെ വരുന്ന വിന്നിംഗ് ടീമിന്റെ മേജർ ഫംഗ്ഷനിലേക്ക് വിളിക്കുന്നുണ്ടാവും. ഇങ്ങനെ വിശ്വാസം കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഫാമിലി റിയൂണിയൻ, ഗോ ക്രൗൺ ഇതിലേക്കൊന്നും പറയേണ്ടതായിട്ട് കാര്യമില്ല. കാരണം സിസ്റ്റമാറ്റിക് ആയിട്ട് കയറി വരുന്ന ആൾക്കാരിലേക്ക് പ്രൊമോഷൻ ഓൾറെഡി എത്തുന്നുണ്ടാവും, അവർ ഓൾറെഡി ഫംഗ്ഷനിലേക്ക് എത്തുന്നുണ്ടാവും. अब इम्पोर्टेंट पॉइंट जो ही बोला ना, मैं क्यों हाईलाइट कर रहा हूं बार बार कि स्टोरी की तरह बात चल रही है, लेकिन कौन सी चीज हाईलाइट करनी है वो भी आपको समझ में आना चाहिए. इट इज एक्चुअली इट इज नॉट ए स्टोरी, इट इज ए लर्निंग. सलीम ने एक बात बोली कि हम हर मीटिंग, जब होम मीटिंग कर रहे हैं, जब हम 1-on-1 दिखा रहे हैं, तो हर बार हम प्रमोट कर रहे हैं, चलो CEO, चलो गो क्राउन, चलो FRU. उससे लोग जा रहे हैं ना. क्या हम, दिस इज अ प्रॉब्लम ऑफ लीडरशिप, नॉट ऑफ द प्रोस्पेक्ट. हमें नहीं जाना है गो क्राउन में, हमें नहीं जाना है FRU में, हमें नहीं जाना है वीकली CEO में, तो हम प्रमोट भी नहीं करते हैं. हम अगर प्रमोट करेंगे तो लोग जाएंगे. ये एक ही बात करते हैं, प्लान, डेमो एंड मीटिंग, फिनिश. आई एम नॉट एवरीथिंग, आई एम नॉट अ हीरो, आई कैन नॉट डू एनीथिंग. यू प्लीज कम इन द मीटिंग and see the vision of the business and meet my upline. The plan, demo and meeting, finish. हर मीटिंग में गो क्राउन कर रहे हैं. FRU का प्रोसेस शुरू हो गया तुम्हारे यहाँ? ना, ऑलरेडी बुकिंग स्टार्ट हो गए. FRU कब है इनके यहाँ? फरवरी में बुकिंग स्टार्ट. तो विनी टीम ने कह दिया एक पूरा फुल होगा तब दूसरा करेंगे. हम क्यों नहीं कर रहे? जब मीटिंग करोगे तो मैंने जो ज्योतिष का एग्जांपल दिया था ना, वो सुबह अपलाइन प्रमोशन, ज्योतिष मेरा अपलाइन है और मेरा डाउनलाइन ये है श्रीदास और मनोज. मैं वो काम कब करूंगा? जब मैं वीकली CEO में इनवाइट करूंगा मेरे लोगों को. उनको विजन कब आएगा? जब वो FRU में या गोकरण में जाएंगे. द प्रॉब्लम ऑफ लीडरशिप मीन्स इफ वी आर द लीडर, दिस इज अ प्रॉब्लम ऑफ माइंड, नॉट माई डाउनलाइन, नॉट माई प्रोस्पेक्ट. और अगर कोई ये कहता है मेरी डाउनलाइन नहीं आ रही है, सो यू आर वर्किंग ऑन रॉन्ग पीपल, यू आर वेस्टिंग योर टाइम. अगर आपकी डाउनलाइन आपकी बात नहीं सुन रही है तो आप गलत लोगों के साथ काम कर रहे हो. हो ही नहीं सकता कि डाउनलाइन आपकी बात ना सुने. आपका प्रॉब्लम है क्योंकि आप प्रमोशन नहीं करते हैं, क्योंकि आपको उसका विजन नहीं है. ഈ ബിസിനസ് നടക്കാത്തതിന്റെ മേജർ കാരണം ഈ ശരിക്കും പറഞ്ഞാൽ അതൊരു ലീഡർഷിപ്പിന്റെ, നിങ്ങൾ ലീഡർ ആണെങ്കിൽ നിങ്ങളുടെ തന്നെ ഇഷ്യൂ ആണ്. കാരണം എന്തുകൊണ്ട്? ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു 1-to-1 ഉള്ള ആൾക്കാരുടെ അടുത്ത് ഗോക്രോൺ പറഞ്ഞിട്ട് കാര്യമില്ല, 1-to-1 വരുന്ന ആളുടെ അടുത്ത് FRU പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ആ ബിലീഫ് ഫാക്ടർ വന്നിട്ടില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വീക്ക്ലി മീറ്റിങ്ങുകളിലേക്ക്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ചലഞ്ച്, നമ്മൾ തന്നെ ഈ ലീഡേഴ്സ് തന്നെ വീക്ക്ലി മീറ്റിങ്ങിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ വീക്ക്ലി മീറ്റിങ്ങിലേക്ക് പോകാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമ്മൾ പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ട് അദ്ദേഹം അവിടെ വരുന്നില്ല, അദ്ദേഹത്തിന് ബിലീഫ് ഫാക്ടർ വരുന്നില്ല. ആയതുകൊണ്ട് അടുത്ത തലത്തിലേക്ക് അദ്ദേഹമോ നിങ്ങളോ വളരാൻ ഉദ്ദേശിക്കുന്നില്ല, ബിസിനസ് സ്റ്റാഗ്നേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആയതുകൊണ്ട് വീക്ക്ലി മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേക്ക് നിങ്ങൾ റെഗുലർ ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് നോക്കുക, ഇവരിപ്പോൾ ഓൾറെഡി FRU പ്രൊമോഷൻ തുടങ്ങി. ഇവരുടെ FRU നടക്കുന്നത് അടുത്ത ഫെബ്രുവരിയിലാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഓൾറെഡി നടക്കുന്ന മീറ്റിംഗിലേക്ക് FRU പ്രൊമോഷൻ തുടങ്ങി. വിന്നിംഗ് ടീം പറഞ്ഞിട്ടുണ്ട് ഒരു FRUവിന്റെ ബുക്കിംഗ് ഫുൾ ആയി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത FRUവിനെ പറ്റി ചിന്തിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഫെബ്രുവരിയിലേക്ക് നടക്കുന്ന FRUവിനെ ഇവർ പ്രീ ബുക്കിംഗ് തുടങ്ങി കഴിഞ്ഞു. മനസ്സിലാക്കുക, ബിസിനസ് നടക്കാത്തത് ഡൗൺലൈൻ്റെ ഇഷ്യൂ അല്ല. നിങ്ങൾ പറയുന്നത് ഡൗൺലൈൻ
പറഞ്ഞിട്ട് ചെയ്യുന്നില്ല, ഡൗൺലൈൻ വിളിച്ചിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഡൗൺലൈൻ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ തെറ്റായിട്ടുള്ള ഡൗൺലൈൻ, ഒരു വ്യക്തി സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നെങ്കിൽ ആ വ്യക്തി പ്രശ്നം ഡൗൺലൈൻ്റെതല്ല അപ്ലൈൻ്റെതാണ്. കാരണം നിങ്ങൾ തെറ്റായിട്ടുള്ള വ്യക്തിയുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് എന്നുള്ള ബിസിനസ് ഗ്രോ ചെയ്യുന്നത് ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ്. ശരിയായ ആൾക്കാരിലേക്ക്, ശരിയായ പ്രോഗ്രാമുകളിലേക്ക് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. നിങ്ങൾ ലേണിംഗ് മോഡിലുള്ള ആളാണ്, നിങ്ങൾക്ക് വളരാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഏതൊരു ഫംഗ്ഷനിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ കിട്ടുന്നുണ്ടാവും. ഞങ്ങൾക്ക് അഗ്രി പ്രൊഡക്ട്സിനെ പറ്റി ഒരു അറിവും കിട്ടിയിരുന്നില്ല. ഞങ്ങൾക്ക് സമയത്തിന് കമ്പനിയുടെ നിന്ന് ട്രെയിനിങ് പോലും കിട്ടിയിരുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്തു? ദൂരെ നടക്കുന്ന ഒരു ട്രെയിനിങ്ങിൽ ഞങ്ങൾ പോയിട്ട് അറ്റൻഡ് ചെയ്തു, ഞങ്ങളത് പഠിച്ചു. അതിനുശേഷം ഞങ്ങൾ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇന്ന് ആയിരക്കണക്കിന് ഏക്കേഴ്സിലേക്ക് ഞങ്ങൾ അഗ്രി പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. വലിയൊരു ടേൺ ഓവർ ഞങ്ങൾക്ക് അഗ്രി പ്രൊഡക്ട്സിന് മാത്രമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് എല്ലാ പ്രൊഡക്റ്റിനെ പറ്റിയും അഗാധമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല, പക്ഷേ എല്ലാ പ്രൊഡക്റ്റിനെ പറ്റി ചെറിയ അറിവുണ്ടാവണം. നോനി എന്താണ്, സ്പിരുലിൻ എന്താണ്, ഇത് എന്തിനാണ് കഴിക്കുന്നത്, ചെറിയ അറിവ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ട്രെയിനിങ്ങും നമ്മൾ അറ്റൻഡ് ചെയ്യണം. കമ്പനിയുടെ പ്രൊഡക്റ്റ് ട്രെയിനിങ് ആയിക്കോട്ടെ, CEO ആയിക്കോട്ടെ, CNT ആയിക്കോട്ടെ, ഈവൻ കമ്പനിയുടെ VIP പ്രോഗ്രാം ആയിക്കോട്ടെ, എല്ലാ പ്രോഗ്രാമും നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രോഗ്രാമിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും തീർച്ചയായും പഠിക്കാൻ കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഞങ്ങൾ ഒരു ഫംഗ്ഷനും വിട്ടിരുന്നില്ല. 2017 ഗോ ക്രൗൺ ഫംഗ്ഷൻ ബിസിനസ് തുടങ്ങിയ അദ്ദേഹം 2018 ഫാമിലി റിയൂണിയനിൽ പോകുന്നതാണ്. അപ്പോൾ പോകുന്ന സമയത്ത് പ്രൊമോഷനൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതിന് തൊട്ടുമ്പത്തെ ഫോട്ടോ നിങ്ങൾ കണ്ടു ഇതിൽ. അപ്പോൾ ഈ ഫംഗ്ഷൻ, ഈ ഫാമിലി റിയൂണിയൻ ഇദ്ദേഹത്തിൻ്റെ ടീമിൽ നിന്ന് 4 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ DUCD ആണ്. ഇദ്ദേഹം ഇപ്പോൾ 10-12 ലക്ഷം രൂപ ശരാശരി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ കൂടെയുള്ള 4 പേര് ഏത് ലെവൽ ഉണ്ടാവാം, എത്ര ഇൻകം വാങ്ങിക്കുന്നുണ്ടാവാം? ഏകദേശം ഒരു റഫ് ഫിഗർ 10, 5, 10 लाख, 8 लाख, 5 लाख. कोई भी नहीं है, ഈ പറയുന്ന ആരും ഇന്ന് ബിസിനസ്സിലില്ല. कोई भी नहीं है, इसमें से कोई भी नहीं है. फिर भी मैं DUCD बन गया ना. ആദ്യത്തെ മീറ്റിങ്ങിന് ഞാൻ കൊണ്ടുപോയ 4 പേരും ഇന്ന് ബിസിനസ്സിലില്ല, പക്ഷെ ഞാൻ DUCD ആയി. നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ഒരാളെയും ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ചില ആൾക്കാർ വരും നിങ്ങളെ സിൽവർ ആക്കും, ചില ആൾക്കാർ വരും നിങ്ങളെ ഗോൾഡ് ആക്കും, ചില ആൾക്കാർ വരും നിങ്ങൾ സ്റ്റാറും ഡയമണ്ട് ആക്കും, ചില ആൾക്കാർ വരും നിങ്ങളെ ക്രൗണും UCD ആക്കും, ചില ആൾക്കാർ വരും നിങ്ങളെ DCDയും DUCD ആക്കും. ആൾക്കാർ വരും പോവും, പക്ഷെ ഒരാൾ മാത്രം നിൽക്കാൻ പാടില്ല. അതാരാണ്? അത് നമ്മളാണ്. കാരണം ഈ ബിസിനസ്സിൽ ആൾക്കാർ വരും പോവും. ആരെങ്കിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവരെ പറ്റി കറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അയ്യോ ഇവൻ ഇങ്ങനെ ഇന്ന കാരണം കൊണ്ടാണ് പോയത്, എൻ്റെ അപ്ലൈൻ ശരിയല്ല, അല്ലെങ്കിൽ അപ്ലൈൻ്റെ സപ്പോർട്ട് പോരാ, ഇങ്ങനെ നമ്മൾ അപ്ലൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡൗൺലൈൻ്റെ കുറ്റം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഉത്തരവാദിത്തം എടുത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവർ ആദ്യമായിട്ട് FRUന് പോകുന്നതിൻ്റെ ഫോട്ടോ ആണുള്ളത്. ഡൽഹി FRUനാണ് ഹൈദരാബാദിൽ നിന്ന് പോകുന്ന സമയത്ത് ഈ അവിടുന്ന് ഇത് സലീംജിയുടെ വൈഫാണ്. തൊട്ടപ്പുറത്ത് സലീംജിയുടെ ഇപ്പുറത്ത് ഇവിടുന്ന് രണ്ടാമത് ഇരിക്കുന്നത് ശ്രീനിവാസമാണ്. ഇപ്പൊ ഏകദേശം സവിത സീമാചാരിയുടെ വൈഫ്. അത് അപ്പുറത്ത് സീമാചാരിയുടെ വൈഫുണ്ട്, അവിടുന്ന് രണ്ടാമത്തത്. ഇവരും DUCD ആണ്. ഇദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ ശരാശരി 14 ലക്ഷം രൂപയുടെ അടുത്ത് വരുമാനം ഇദ്ദേഹത്തിനുണ്ട്. സീമാചാരി അവരും DUCD ആണ്. 5 ലക്ഷം രൂപയുടെ അടുത്ത് വരുമാനമുണ്ട്. ഇവർ സ്ലീപ്പറിൽ പോകുന്ന സമയത്ത് നിർബന്ധിച്ചാണ് കൊണ്ടുപോയിട്ടുള്ളത്. സ്ലീപ്പറിൽ പോകുന്ന സമയത്ത് സീറ്റ് കിട്ടാതെ എക്സ്ട്രാ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് താഴ്ത്ത് വിരിച്ചിട്ട് കടന്നിട്ടൊക്കെയാണ് ഇവർ FRUന് പോയിട്ടുള്ളത്. ഈ ഫോട്ടോയിൽ 3 DUCD ഉണ്ട്. 5 लाख से 15 लाख का चेक है. ഇവരുടെ ഇൻകം എന്ന് പറഞ്ഞാൽ 5 ലക്ഷം തൊട്ട് 15 ലക്ഷം വരെയാണ് ഈ DUCDമാരുടെ ഇൻകം. ഈ ശ്രീനിവാസനും ഈ മീറ്റിങ്ങിന് പോണ സമയത്ത് ഹിന്ദി പോലും അത്ര വശമില്ല. वो पीछे सलीम बैठा ना येलो शर्ट में. हाँ, ये मैं हूँ, ये मेरे वाइफ है, और ये श्रीनिवास जी है. ये कहीं गायब हो गया, दूसरे नेटवर्क में चले गया, उसका जिंदगी खत्म. ഈ DUCDമാരുടെ കൂടെ ഇരിക്കുന്നതിൽ ആദ്യം സലീമാണ്. സലീംജിയുടെ ഇൻകം പറഞ്ഞു. ഇദ്ദേഹം ശ്രീനിവാസമാണ്. ശ്രീനിവാസവും 14-15 ലക്ഷം രൂപയുടെ ഇൻകം വാങ്ങിക്കുന്നുണ്ട്. ഈ മൂന്നാമത്തെ കക്ഷി അദ്ദേഹം വേറെ നെറ്റ്വർക്കിൽ പോയി ഈ ബിസിനസ്സിൽ നിന്ന് മരിച്ചുപോയി. ഈ ബിസിനസ്സിൽ നിന്ന് മരിച്ച വേറെ നെറ്റ്വർക്കിലേക്ക് പോയി. ഞാനിത് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നണില്ല. മനസ്സിലായില്ലേ? ഇവരാദ്യം അറ്റൻഡ് ചെയ്യുന്നതാണ്, ബ്രൗൺസന്റെ ഭവൻ അറ്റൻഡ് ചെയ്യുന്ന മീറ്റിംഗ് ആണ്. പക്ഷെ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഇതിലുള്ള ആൾക്കാരൊക്കെ DUCDയും 5, 10, 17 ലക്ഷത്തിന്റെ ഇൻകം. ഇദ്ദേഹം ബിസിനസ് തുടങ്ങുന്ന സമയത്ത് 20 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഓഫീസാണുള്ളത്. ഒരു മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ഏകദേശം 10 പേരുടെ അടുത്താണ് വരിക. ഇദ്ദേഹം ഗോക്രൗൺ അറ്റൻഡ് ചെയ്തു, തീരുമാനം എടുത്തു ബിസിനസ് ബിൽഡ് ചെയ്യണമെന്ന്. ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും, ഞാൻ 20 കിലോമീറ്റർ അപ്പുറം പോയിട്ടാണോ ഞാൻ സോപ്പ് വാങ്ങിക്കേണ്ടത്? എന്ത് മറുപടി പറയാൻ പറ്റും? ഇദ്ദേഹം ഒരു കാര്യം ചെയ്തു, മൊത്തം കടത്തിലാണ്, വീണ്ടും കടം വാങ്ങിച്ചാൽ എന്തായാലും കടത്തിലാണല്ലോ,
വീണ്ടും കടം വാങ്ങിച്ചു 1 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്തു. എന്നിട്ട് പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് പറയും നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് എന്നാൽ പ്രൊഡക്റ്റ് കിട്ടും എന്ന് പറയും. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഇദ്ദേഹം പ്രൊഡക്റ്റ് മൂവ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഇദ്ദേഹം ഓഫീസിൽ പോകുമ്പോൾ ആ പ്രൊഡക്ട്സ് ഒക്കെ ഓഫീസിൽ നിന്ന് പർച്ചേസ് ചെയ്ത് തിരിച്ച് ഇവിടെ വന്ന് സ്റ്റോക്ക് ചെയ്യും. അങ്ങനെ ഒരു 20 കിലോമീറ്റർ മാത്രം ഒരു ഓഫീസുള്ള സ്ഥലത്ത് നിന്ന് ഇവർ വർക്ക് തുടങ്ങിയിട്ട് ഇന്ന് ഹൈദരാബാദ് സ്ഥലത്ത് 70 തൊട്ട് 80 DLCPകളാണെന്നുള്ളത്. നിങ്ങൾ സീരിയസ് ആയിട്ടാണ് ബിസിനസ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 15 തൊട്ട് 20,000 രൂപയുടെ സ്റ്റോക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും വെച്ചിരിക്കണം. അപ്പോൾ ഗുണം എന്താണ്? നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്ത് കാണാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിനടുത്ത് സംസാരിച്ച് പിന്നെ അടുത്ത ദിവസം DLCPയിൽ അപ്പോയിന്റ് എടുത്ത് അദ്ദേഹത്തെ DLCPയിൽ കൊണ്ടുപോയിട്ട് പിന്നെ അവിടുന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ച് കൊടുത്ത് ടൈം വേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും എത്രയോ എളുപ്പമാണ്. നിങ്ങൾ കൈയോടെ പ്രൊഡക്ട്സ് കൊടുത്തു, നിങ്ങൾക്ക് DLCPയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ DLCP വിളിച്ച് പറയുക, GP വഴി പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുക, അവർ ബില്ല് അടിച്ചോട്ടുന്നോട്ടെ, നിങ്ങൾക്ക് പിന്നീട് എല്ലാം കൂടി ഒരുമിച്ച് എടുത്താൽ മതി. ബില്ല് നിങ്ങൾക്ക് വാട്സപ്പ് വഴി അയച്ചു കൊടുത്ത് അപ്പം തന്നെ അദ്ദേഹത്തിന് കൊടുക്കാം. കയ്യിൽ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ മൊമെന്റം വരും. ഞാൻ ഇപ്പോൾ ഈ പറയുന്നത് ഞാൻ ഈ ബിസിനസ്സിൽ ഇത്രയും വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ രഹസ്യമാണ് പറയുന്നത്. രഹസ്യം മറ്റൊന്നുമല്ല. എന്താണ് രഹസ്യം? 10 core സ്റ്റെപ്പ്. 10. ഞാൻ ആദ്യം സ്വപ്നത്തെ പറ്റി പറഞ്ഞു, എൻ്റെ സ്വപ്നത്തെ പറ്റി പറഞ്ഞു. 10 core സ്റ്റെപ്പിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. രണ്ടാമത്തെ സ്വപ്നത്തെ പറ്റി പറഞ്ഞത് നമ്മൾ മറ്റേ കമ്മിറ്റ്മെന്റ്സ്, CD യൂസ് കമ്മിറ്റ്മെന്റ്സിനെ പറ്റി പറഞ്ഞു. പിന്നീട് 3 പ്രൊഡക്റ്റ് യൂസിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഇനി മീറ്റിംഗ്, ഇത് സിസ്റ്റത്തിൽ ഞങ്ങൾ ലിസ്റ്റ് എഴുതുന്നതിനെ പറ്റി പറഞ്ഞു. ഞാൻ ഓരോ മീറ്റിങ്ങിനും സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് എഴുതിയിരുന്നു. എന്ത് മീറ്റിംഗ് ഉണ്ടോ അതിനുവേണ്ടി ഞാൻ ലിസ്റ്റ് എഴുതിയിരുന്നു. ലിസ്റ്റ് എഴുതി മാത്രമല്ല അവരെ പേഴ്സണലി ഞാൻ ഫോൺ വിളിച്ചിരുന്നു. ഒരിക്കലും ഞാൻ പ്ലാൻ ഫോണിൽ കൂടെ പറഞ്ഞിട്ടില്ല. ഞാൻ മുമ്പ് ആ മിസ്റ്റേക്ക് ചെയ്തിരുന്നു. എനിക്ക് ബിസിനസ്സും സിസ്റ്റവും അറിയാത്ത സമയത്ത് ഞാൻ ശ്രീനിവാസവനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, എടാ 1 ലക്ഷം രൂപ കിട്ടുന്ന ഒരു പരിപാടി ഉണ്ട്, നീ വേഗം നിന്റെ ആധാർ കാർഡ് അയക്കുന്നു പറഞ്ഞു. അവർ 6 മാസം എടുത്തിട്ടാണ് അയച്ചത്. അത് അയച്ചത് എങ്ങനെയാണ്? ഞാൻ സിസ്റ്റത്തിൽ വന്നതിന് ശേഷമാണ് അയച്ചത്. ഇത് ശ്രീനിവാസവന്റെ വീട്ടിൽ നടക്കുന്ന ആദ്യത്തെ മീറ്റിംഗ് ആണ്. ഞാൻ ആ മീറ്റിംഗിൽ ചെന്നിട്ട് ബോർഡ് എടുത്ത് ബിസിനസ് പ്ലാൻ പറഞ്ഞു കൊടുത്തു, പ്രൊഡക്ട്സിന്റെ ഡെമോ കാണിച്ചു കൊടുത്തു. ഇപ്പൊ അദ്ദേഹം കയ്യിൽ നോക്കുന്ന ബോഡി പോളിഷ് സ്മെല് ചെയ്ത് നോക്കുന്നതാണ്. അങ്ങനെ ഉറപ്പ് വന്നതിന് ശേഷം സിസ്റ്റത്തിൽ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് പോലും എനിക്ക് ജോയിൻ ചെയ്ത് പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ തയ്യാറായത്. ശ്രീനിവാസന്റെ വീട്ടിൽ മീറ്റിംഗ് നടത്തി ഞാൻ പറഞ്ഞു, എപ്പോൾ ഞാൻ എവിടെ മീറ്റിംഗ് ചെയ്താലും അടുത്ത വീക്ക്ലി മീറ്റിംഗിലേക്ക് ഞാൻ ആളെ ഇൻവൈറ്റ് ചെയ്യും. ശ്രീനിവാസം ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ള വീക്ക്ലി മീറ്റിംഗിന്റെ ഫോട്ടോ ആണ് നിങ്ങൾ കണ്ടത്. അത് സെയിം ഹോളാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്റ്റീവായിട്ടുള്ള മാസീവായിട്ടുള്ള ആക്ഷനിലേക്ക് ഞാൻ ഇറങ്ങി. എല്ലാ ദിവസവും ബൈക്കിൽ 100-150 കിലോമീറ്റർ വരെ ട്രാവൽ ചെയ്തിട്ടാണ് ഞാൻ പ്ലാൻ കൊടുക്കുക. ഈ പ്ലാൻ കൊടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് എൻ്റെ ബാഗ് നോക്കാം. അതിൽ പ്രൊഡക്ട്സ് റെഡി ആയിട്ടുണ്ടാവും, ഡെമോ കൊടുക്കാനുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവും, പ്രൊഡക്റ്റ് കാറ്റലോഗ്സ് ഉണ്ടാവും, ടൂൾസ് ഉണ്ടാവും. ഇതെല്ലാം കൂടി ഇല്ലാതെ അതെല്ലാം കൂടി കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന 100-150 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് ബിസിനസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പ്ലാൻ കൊടുക്കണം. കാണാം, അത് പുരുഷോത്തം ദാസുവാണ്. അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് അദ്ദേഹം ഹോം മീറ്റിംഗ് എടുക്കുന്നത് എൻ്റെ ഫോട്ടോ ആണ് നിങ്ങൾക്ക് കാണുന്നത്. അത് ഈ ഇരിക്കുന്നത് ഞാനാണ്. പ്രൂഫ് അദ്ദേഹം കാണിച്ചു തന്നു. ഓക്കെ, അപ്പോൾ ഈ ഇരിക്കുന്നത് പൂർണ്ണമേടാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്ത് ബിസിനസ്സും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യും. കൺസിസ്റ്റൻസി ആണ് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും നമുക്ക് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. अगर आज एक सीओ करते हैं तो 2000 लोग बैठते हैं एक सीओ के लिए. उतना बड़ा टीम हो चुका है. ഞങ്ങൾ തുടർച്ചയായിട്ട് ഇന്ന് ആദ്യത്തെ മീറ്റിംഗ് ഞങ്ങൾക്ക് നോക്കാം. 3 പേരാണുള്ളത്. ഇവർ ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ടർ ആണ്. പക്ഷെ തുടർച്ചയായിട്ട് ചെയ്ത് ഇന്നിപ്പോ ഒരു സിഇഒ ഉണ്ടെങ്കിൽ 2000 लोग बैठते हैं. ഇന്ന് അവിടെ നടക്കുന്ന ഒരു വീക്ക്ലി മീറ്റിംഗിന് 2000 പേര് മാത്രമേ വരുന്നുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചുള്ള മാസീവ് ആക്ഷൻ ആയിരുന്നു. ഒരിക്കലും യാത്ര ചെയ്യാൻ മടിച്ചിട്ടില്ല. 100 കിലോമീറ്റർ, 200 കിലോമീറ്റർ, 300 കിലോമീറ്റർ, 400 കിലോമീറ്റർ ഒക്കെ ട്രാവൽ ചെയ്തിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് പൂർണ്ണമായിട്ടും സിസ്റ്റം അനുശാസിക്കുന്ന പോലെ പ്രൊഡക്ട്സ് ആണെങ്കിൽ പ്രൊഡക്ട്സ്, ഡെമോ, ബോർഡ് എല്ലാം എടുത്തിട്ട് അതിനനുസരിച്ച് ഇരുന്ന് ഒരു ഏരിയയിൽ ചെല്ലും. ഒരു സ്ഥലം ഫിക്സ് ചെയ്ത് ഒരു സ്ഥലത്ത് തന്നെ മാക്സിമം മീറ്റിങ്ങുകൾ എടുക്കത്തക്ക രീതിയിൽ പ്ലാൻഡ് ആയിട്ട് ഞങ്ങൾ മാസീവ് ആക്ഷനിലേക്കാണ് പ്രവർത്തിച്ചുകൊണ്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ കാണാം, ഞാൻ റോട്ടിലല്ല കിടക്കുന്നത്. ഞാൻ ഒരു ദിവസം രാത്രി ദൂരെയുള്ള മഹാരാഷ്ട്ര ബോർഡറിന്റെ അടുത്ത് ചെന്നിട്ട് ഒരു വ്യക്തിക്ക് ബിസിനസ് പ്ലാൻ കൊടുത്തതിന് ശേഷം രാത്രിയായി. തൊട്ടടുത്ത് ഹോട്ടലില്ല, ഹോട്ടലിൽ കൊടുക്കാൻ പൈസയുമില്ല. അപ്പോൾ ആ പോയ വ്യക്തിയുടെ വീടിന്റെ ടെറസിലാണ് ഞാൻ അന്ന് കടന്നുറങ്ങിയത്. രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഞാൻ ഫോട്ടോ എടുത്താണ്. എന്തിനാണ് ഞാൻ ഫോട്ടോ എടുത്തത്? DUCD ആകുമ്പോൾ കാണിച്ചു കൊടുക്കുക. ഞാനിങ്ങനെ പണി എടുത്തിട്ടുള്ള ആൾക്കാർ വിശ്വസിക്കില്ല. അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടില്ല. അത് അന്നേ ആൾക്ക് കോൺഫിഡൻ്റ് ആണ് ഞാൻ DUCD ആകുന്നുള്ളത്. അപ്പോൾ തീർച്ചയായും ശ്രദ്ധ. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ സ്റ്റെപ്പുകൾ പോലും ഇല്ല.
കാരണം അവിടെ ഒരു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ഭിത്തിയാണുള്ളത്. ആ ഭിത്തിയിൽ കാല് വെച്ചിട്ടാണ് കയറി വരേണ്ടത്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വീണ് കഴിഞ്ഞാൽ പാടത്തിലും ഇവിടെയാണ് വീഴുന്നുണ്ടാവുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടാണ് വർക്ക് ചെയ്തിട്ട് സക്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ये मॉर्निंग उठने के बाद फोटो है ये। ഞാൻ പറയേണ്ടതുണ്ടോ? ഇപ്പൊ ഇവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓ ഭയങ്കര എന്നുള്ളത്. ഈ ഫോട്ടോ കണ്ടു ഇവന്മാർ ആരായിരുന്നു എന്നുള്ളത്. ഇവരുടെ വീട്ടിൽ നിന്ന് ഏകദേശം 80-100 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്ത് ആദ്യം കാണുന്ന ഫോട്ടോ മെഗാ CEO നടത്തിയതാണ് അവര്. മെഗാ പ്രോഗ്രാം. അന്ന് മെഗാ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മതി 10-15 പേരാണ് അന്ന് വന്നിട്ടുള്ളത്. പക്ഷെ കൺസിസ്റ്റൻസി എന്നുള്ള പദത്തിന്റെ അർത്ഥം നിങ്ങൾക്ക്, അതിന്റെ പവർ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇവർ മെഗാ CEO കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാംസ് മീറ്റിംഗ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ഇപ്പൊ അവിടെ നടക്കുന്ന വീക്ക്ലി മീറ്റിംഗിന്റെ ഫോട്ടോ ആണ് നിങ്ങൾ അടുത്തത് കണ്ടത്. ഇപ്പൊ 2000 പേരാണ് വീക്ക്ലി മീറ്റിംഗിന് വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് നെറ്റിൽ നിന്ന് വീഡിയോ ഒക്കെ നോക്കിയിട്ട് ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു, എനിക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്, എനിക്ക് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഉടനെ അവിടെ നിന്ന് തലേ ദിവസം ടിക്കറ്റ് എടുത്തു. വെയിറ്റിംഗ് ലിസ്റ്റ് ആണ്, കൺഫേം ആയില്ല. അങ്ങനെ ഇദ്ദേഹം ഫംഗ്ഷനിലെത്തി. കാരണം ഫംഗ്ഷനിൽ SP സാറ് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് നോക്കാം, ഈ നിൽക്കുന്ന വ്യക്തി ആരാണ്? ദാ ഇരിക്കുന്ന വ്യക്തിയാണ്, സഞ്ജൻ സാറാണ്. ആര്? എന്ന് സഞ്ജൻ സാറ് ഇതിൽ സിൽവർ ഡയറക്ടറാണ്. ഇത് ബാംഗ്ലൂരിൽ നടക്കുന്ന ഫംഗ്ഷനാണ്. ഹൈദരാബാദിൽ നിന്ന് ഇദ്ദേഹം വന്നു. ഇദ്ദേഹം ആ സമയത്ത് ഡയമണ്ട് ഡയറക്ടറാണ്. ഏകദേശം 70,000 രൂപയുടെ ഇൻകമാണ് ആ സമയത്ത് വാങ്ങിച്ചുകൊണ്ടുണ്ടായിരുന്നത്. പക്ഷേ 70,000 രൂപ വാങ്ങിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക, ബുക്ക് ചെയ്ത ടിക്കറ്റ് കൺഫേം ആയില്ലെങ്കിൽ യാത്ര ക്യാൻസൽ ചെയ്തില്ല. അദ്ദേഹം എന്ത് ചെയ്തു, ആ ഡോർ അടച്ചു കഴിഞ്ഞാൽ ഡോറിന്റെ സൈഡിൽ ഇരുന്നിട്ട്, കാരണം ലക്ഷ്യം ശക്തമായിരുന്നു, വഴിയായിരുന്നില്ല. ലക്ഷ്യം അത്രയും ശക്തമായിരുന്നു. അദ്ദേഹം അതിലൂടെ ട്രാവൽ ചെയ്തിട്ട് അവിടെ എത്തി. ആ വ്യക്തിയെ ബാംഗ്ലൂർ ബ്രൗൺസ് ഡയറക്ടർ ആക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഡൗൺലൈന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം പോയി. ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് മീറ്റിംഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 4-5 പേരുണ്ട്. 4-5 പേര് മീറ്റിംഗ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബൈക്കിൽ 2 പേര് വന്നു. 2 പേര് വന്നിട്ട് പറഞ്ഞു, എന്താ പരിപാടി? നെറ്റ്വർക്കിംഗ് ആണ്. നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്, തട്ടിപ്പ് പരിപാടിയാണ്. ഇതിലൂടെ ഈ കുറെ പേർക്ക് ഈ ഗ്രാമത്തിൽ ഓൾറെഡി പൈസ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓൺ സ്പോട്ട് ആ ബൈക്കിൽ വന്ന 2 പേര് 100 ഡയൽ ചെയ്തു. പോലീസ് വന്നു. ഇദ്ദേഹത്തിന്റെ ഡൗൺലൈനെയും പൊക്കിയെടുത്തിട്ട് എവിടേക്ക് കൊണ്ടുപോയി? പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു. അങ്ങനെ കുറേ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, സാറേ ഞാൻ ഒരു കാര്യം ചെയ്യാം, എനിക്കൊരു 5 മിനിറ്റ് വരും, ഞാൻ എന്താ ചെയ്യണമെന്ന് പറയാം, അത് തെറ്റാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്നെ ഇതിലടച്ചോളൂ, അത് ഒന്ന് 5 മിനിറ്റ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ പോലീസിനെ മുഴുവൻ മുമ്പിലിരുത്തിയിട്ട് ഇങ്ങനെ ബിസിനസ് പ്ലാൻ പറഞ്ഞു, ഡെമോ കൊടുത്തു. അതിനുശേഷം പുറത്ത് വന്നിട്ട് ആ പോലീസുകാർ ജോയിൻ ചെയ്തിട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന്റെ ഫോട്ടോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ചലഞ്ചസ് വരുന്ന സമയത്ത് ഭയക്കുകയല്ല വേണ്ടത്, നമ്മൾ ആ ചലഞ്ചസിനെ നേരിടുകയാണ് വേണ്ടത്. നിങ്ങൾ 2 കൊല്ലം കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ 3-4 തലമുറയുടെ സെക്യൂരിറ്റി സുരക്ഷിതമാക്കാനുള്ള ഒരു അവസരത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ള മനോഭാവം, ആ ബോധ്യത നിങ്ങൾക്ക് വേണം. അടുത്ത സ്റ്റെപ്പാണ് അക്കൗണ്ടബിലിറ്റി. എവിടെയാണോ മീറ്റിംഗ് പറഞ്ഞിട്ടുള്ളത്, 200 കിലോമീറ്റർ ദൂരെ ആയിക്കോട്ടെ, എത്ര മണിക്കാണോ മീറ്റിംഗ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ എല്ലാ സമയത്തും കൃത്യം ആ സമയത്ത് തന്നെ മീറ്റിംഗിൽ എത്തിച്ചേരും. കാരണം അക്കൗണ്ടബിലിറ്റി ഈ ബിസിനസിന്റെ അടിത്തറവാകുന്ന ഒരു ഘടകമാണ്. ഇതിലെ 10ാമത്തെ സ്റ്റെപ്പാണ് ലേണബിൾ, ടീച്ചബിൾ, കോച്ചബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുക, നമ്മൾ പഠിപ്പിക്കുക, നമ്മൾ ചെയ്യുക, പഠിപ്പിക്കുക. അപ്പോൾ ആ രീതിയിൽ തന്നെ ഞാൻ എപ്പോൾ ഇത് മീറ്റിങ്ങിന് വന്നാലും തിരിച്ചു വന്ന് ഞാൻ നോട്ട്സ് എടുക്കും എന്ന് മാത്രമല്ല, ഞാനത് ചെയ്യും, ഞാനത് ടീമിനെ പഠിപ്പിക്കുകയും ചെയ്യും. ഇത് കോവിഡ് സമയത്ത് നമ്മളൊക്കെ വലിയ കമ്പ്യൂട്ടറും അത് ഇതൊക്കെ എക്സ്പെക്ട് ചെയ്ത സമയത്ത് ഇതൊന്നുമില്ല. ഇദ്ദേഹം വെറുതെ മൊബൈൽ ഫോൺ മുമ്പിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ സെഷൻസ് തുടങ്ങിയിട്ടുള്ള സമയമാണ്. അപ്പോൾ വലിയ രീതിയിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ 10 കോഴ്സ് സ്റ്റെപ്പ് ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മാറ്റം ഉണ്ടായിട്ടുള്ളൂ. ഒരു അമേസ് കാർ വാങ്ങിച്ചു, പിന്നെ 2 മാസം മുമ്പ് ഒരു ബെൻസ് കാർ വാങ്ങിച്ചു. ഇദ്ദേഹം ആദ്യം ആ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ആ ഡ്രീം ബുക്കിൽ എഴുതി വെച്ച പോലെ തന്നെ ഇദ്ദേഹം 10 ദിവസം കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വീടിന്റെ ഡെലിവറിയാണ്. 1,60,00,000 വീട്ടിലാണ് ഇദ്ദേഹം കയറാൻ പോകുന്നത്. ഒരു സമയത്ത് 15,000 രൂപയുടെ ഫോൺ പോലും എനിക്ക് അഫോർഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ ഐഫോണാണ് യൂസ് ചെയ്യുന്നത്, എൻ്റെ വൈഫ് ഐഫോണാണ് യൂസ് ചെയ്യുന്നത്, എൻ്റെ മോൾ ഐഫോണാണ് യൂസ് ചെയ്യുന്നത്, ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഐപാഡാണ്. ഇനി അടുത്തൊരു ഐപാഡും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് 1,50,000. അങ്ങനെ നമ്മൾ ഇടയിൽ വെച്ച് പറഞ്ഞിരുന്നു, കഷ്ടപ്പാട് കൂടിയപ്പോൾ ഇദ്ദേഹം ഗോൾഡ് എടുത്ത് പണയം വെച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ആ ഗോൾഡ് തിരിച്ചെടുത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം ആ ഗോൾഡ് തിരിച്ചെടുത്തിട്ട് ഫോട്ടോ അയച്ചത് ബയ്യ ഗ്രൂപ്പിലിട്ട് എൻ്റെ ഓർമ്മ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ആ ഗോൾഡ് എടുത്തു എന്ന് മാത്രമല്ല, അതിനുശേഷം ഇപ്പോൾ ഗോൾഡ് എടുത്തോണ്ടേയുണ്ട്.
ഇത് ഹൈദരാബാദിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്, താജ് ലെവലിൽ വരുന്ന ഒരു ഹോട്ടലാണ്. ഈ ഹോട്ടലിൽ മുമ്പ് ഇദ്ദേഹം ചെയ്തിരുന്നത് ഇവിടെ പാർക്കിംഗ് ഏരിയ ആണ്. ആ പാർക്കിംഗ് ഏരിയ സമയത്തൊക്കെ അവിടെ നിൽക്കും. ഏതെങ്കിലും കസ്റ്റമർ പോകണു, ടാക്സി വരുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം വെറുതെ ഡോറൊക്കെ തുറന്നു കൊടുക്കാൻ നിൽക്കും. കാരണം ആ തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് കിട്ടും? ടിപ്പ് കിട്ടും. അങ്ങനെ കൊതുവൊക്കെ ഉണ്ട്. ആ കൊതുകടിയൊക്കെ കൊണ്ട് കൊതുവിനൊക്കെ കൊന്ന് ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് സംസാരിച്ചിരുന്ന അതേ വ്യക്തി ഇന്ന് ഫാമിലിയുടെ കൂടെ ഈ 7 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്. മുമ്പ് എവിടേക്ക് പോവുകയാണെങ്കിലും ഞങ്ങൾ ആദ്യം നോക്കിയിരുന്നത് ട്രെയിനാണ്. പക്ഷെ ഇന്ന് എവിടേക്ക് പോകുന്നുണ്ടെങ്കിലും ഞങ്ങൾ കുടുംബമായിട്ട് മൊത്തം പോകുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ആദ്യം നോക്കുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റാണ്. ഇത് ആദ്യത്തെ പ്രാവശ്യം ട്രിപ്പ് പോയ സമയത്ത് എടുത്താണ്. ആ സമയത്ത് 17,000 രൂപയുടെ ഫോൺ വെച്ചിട്ടാണ് എടുത്തത്. ഫോട്ടോ തന്നെ കിട്ടുമോ എന്ന് വിചാരിച്ചിരുന്നില്ല. കാരണം ഫോൺ അങ്ങനത്തെ ഫോണായിരുന്നു. അതിനുശേഷമാണ് മനസ്സിലായത് അവിടെ ഗസ്റ്റുകൾ വേറെ ആൾക്കാരുണ്ട് എന്നുള്ളത്. ഞാൻ ലേഡീസിനെ അല്ല, ബാക്കിലുള്ള പട്ടായ എന്നുള്ളതാണ്. സെൽഫി എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം പടം പോലും തിരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. ഇത് അതേ സ്ഥലത്ത് കഴിഞ്ഞ പ്രാവശ്യം തായ്ലാൻഡിൽ വീണ്ടും പോയപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. പക്ഷേ ഇപ്രാവശ്യം ഫോട്ടോ എടുത്ത് 2 ലക്ഷം വിലമതിക്കുന്ന ഫോൺ ഉപയോഗിച്ചിട്ടാണ്. മുമ്പ് ആദ്യം ഈ 17,000 രൂപ വിലമതിക്കുന്ന ഫോണുമായിട്ട് പോകുന്ന സമയത്തും ശരിക്കും കടം അപ്പോഴും വീട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കടം പരിപൂർണമായിട്ട് ഞാൻ വീട്ടി. എനിക്ക് വേണമെങ്കിൽ ടൈഗറിൻ്റെ അടുത്ത് പോലും ടെൻഷനോട് കൂടി ഇല്ലാതെ ഇരിക്കാം. ഞാൻ ഇപ്പോൾ എവിടേക്കും ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടാണ് പോകാറുള്ളത്. അതേപോലെ തന്നെ മുമ്പ് ഈ ലോൺ എടുക്കുന്ന സമയത്ത് ചെക്ക് ഒപ്പിടിക്കും, 10-60 ചെക്ക് അവർ ഒപ്പിടിക്കുമായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് സിഗ്നേച്ചറാണ്. എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാരെ എൻ്റെ സിഗ്നേച്ചറാണ് വാങ്ങിക്കാറുള്ളത്. മുമ്പ് അവരുടെ കൂടെയൊക്കെ നിൽക്കാൻ പോലും ബുദ്ധിമുട്ടായിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഫോട്ടോ എടുത്തിരുന്നത്. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ നോക്കുക, ഞാൻ സക്സസ് ആയി കഴിഞ്ഞതിന് ശേഷം അവരുടെ കൂടെയാണ് ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ഫോട്ടോ ഒക്കെ എടുക്കൽ സിമ്പിളാണ്. ഇവർ ഫുൾ ടൈം ഇവരിപ്പോൾ കൂടെയാണ് ചെലവഴിക്കുന്നത്. ഞാൻ ആദ്യം ഗോക്രൗണ്ടിന് പോയ സമയത്ത് ഞാൻ സൂയിസൈഡ് ചെയ്യും എന്നുള്ള തീരുമാനം എടുത്തതിന് ശേഷം എൻ്റെ അവസാനത്തെ ദിവസങ്ങൾ എൻജോയ് ചെയ്യാനാണ് പോയിരുന്നതെങ്കിൽ, പക്ഷെ ആ ഗോക്രൗണ്ടിൽ വെച്ച് ഈശ്വരന്റെ വരദാനം എന്നുള്ള രീതിയിലാണ് SP ബറിൽ സാറിന്റെ കുറച്ച് വാക്കുകൾ എൻ്റെ മനസ്സിൽ കൊണ്ടിട്ടുള്ളത്. അത് കൊണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നതും എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റം ഉണ്ടായിട്ടുള്ളത്. ഇത് ഞാൻ ഹയസ്റ്റ് ലെവൽ DUCD അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ഹയസ്റ്റ് ഇൻകം ആണ് ഇതിൽ വന്നിട്ടുള്ളത്. 13 ലക്ഷത്തിൻ്റെ ഇൻകം ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റെ ആവറേജ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ലക്ഷത്തിനും 13 ലക്ഷത്തിനും ഇടയിലാണ്. ലാസ്റ്റ് മന്ത് 12,56,000. 12,56,000 രൂപയാണ് എനിക്ക് കഴിഞ്ഞ മാസം കിട്ടിയിട്ടുള്ളത്. 7 to 8 months almost 10 lakhs plus ही है. കഴിഞ്ഞ 7-8 മാസമായിട്ട് 10 ലക്ഷത്തിന് മുകളിൽ, ഈ 12 ലക്ഷത്തിന് മുകളിലാണ് എൻ്റെ വരുമാനം. तो बस एक आज यहाँ पे एक लास्ट राइट करके मैं क्लोज करता हूँ. यहाँ मीटिंग में आए, हम पैसा लगा के 3 दिन लगा के एक बर्निंग डिजायर लेके जाइए. आने वाले 2 साल के अंदर मैं क्राउन डायरेक्टर बनूंगा. एक बर्निंग डिजायर लेके जाइए. हम आएंगे जाएंगे ऐसे सीखेंगे नहीं, इम्प्लीमेंट नहीं करेंगे तो फिर देखते देखते 2 गोकरण हो जाएंगे, 4 भी हो जाएंगे. फिर हमारे साथ वाले DUCD बन जाएंगे, हम वहीं पे रह जाएंगे. कंसिस्टेंसी, एक कमिटमेंट लेके आज बर्निंग डिजायर लेके आप जाएंगे, 100% आप सक्सेस होने वाले हैं. बस यहीं पे मैं ज़्यादा टाइम को क्लोज करता हूँ. एक डिसीजन लेने की ज़रूरत है. कंसिस्टेंसी, कमिटमेंट लेके आज आपके अपलाइन को देना चाहिए कमिटमेंट. यस, आने वाले 1 साल में मैं ये बनूंगा, बस हो जाएगा. बस सिस्टम को फॉलो करना है. हमारा दिमाग यूज करना ही नहीं है. ओनली विनिंग टीम सिस्टम जो बोलेगा वही करना है. आज हैदराबाद में जो सिस्टम बोलते हैं वही करते हैं. अब इतना जो सारा बताया क्या है, ये 10 कोर स्टेप्स ही है, कुछ नहीं. इम्प्लीमेंट करने से यहाँ पहुँचते हैं, इम्प्लीमेंट नहीं करने से फिर जहाँ पे रहते हैं वहीं पे रहते हैं. सो थैंक यू, विश यू वेल, बैक टू वर्क. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം ആക്ച്വലി ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സലീം സാറിൻ്റെ. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ രാത്രി സിനിമ കണ്ട് കുറച്ച് ലേറ്റായി പോയി. പിന്നെ അഥവാ രാവിലെ അലാറം അടിക്കുമ്പോൾ എഴുന്നേക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങാതെ ഇരിക്കുമായിരുന്നു ഇത്തിരി സമയം. ഇനിയാണ് ഉറങ്ങണം അത്രേ. കാരണം ഇന്നത്തെ സെഷൻ എന്ന് വെച്ചാൽ അത്രയൊക്കെ ഞാൻ ഇന്നലെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത്രയും ആൾക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾക്ക് ആൾക്കാർക്ക് ഗോക്രൗണ്ടിൽ പോകാനും FREൽ പോകാനും ബുദ്ധിമുട്ട് പറയുന്ന ആൾക്കാർക്ക് അവിടുത്തെ ഒരു EDS പ്രോഗ്രാമിൻ്റെതാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്ലേ ചെയ്ത് തന്നിരിക്കുന്നത്. അത് വിനിങ് ടീം തന്ന ഒരു വീഡിയോസാണിത്. നമ്മളെ ആക്ച്വലി കേരളത്തിലെ ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഫംഗ്ഷൻ പങ്കെടുക്കാൻ ഭയങ്കര മടിയാണ്. പ്രോഗ്രാമിൽ പോകാൻ സമയം, അല്ലെങ്കിൽ അവിടെ പോകുന്ന വണ്ടിക്കൂലി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മടി കാണിക്കുന്നതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ വെസ്റ്റേജിൽ സക്സസ് കുറവായിട്ടും ഹൈദരാബാദിൽ സക്സസ് കൂടുതലായിട്ടും കാണുന്നത്. ഹൈദരാബാദിലെ
ഈ സലീം സാറിനെ ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. ഇതേ ഫംഗ്ഷനിൽ FRU എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ വരുമാനം 11 ലക്ഷമായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ വരുമാനം 15 ലക്ഷം കടന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ശ്രീനിവാസിൻ്റെ 17 ലക്ഷമായി. പുരുഷോത്തം ദാസിൻ്റെ 19 ലക്ഷം രൂപ വരുമാനമായി. അദ്ദേഹം കൊണ്ടുവന്ന വ്യക്തിയുടെ വരുമാനം കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് സലീം സാറിനേക്കാളും വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ അദ്ദേഹത്തിൻ്റെ താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്ത വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ ലൈഫിൽ ഫീൽ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ടച്ച് ചെയ്തിട്ടുണ്ട്. ഞാനും ഇന്ന് ഏകദേശം അദ്ദേഹത്തിൻ്റെ ആ സ്റ്റോറിയിലൂടെ തന്നെ ബിസിനസ് കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എനിക്കും ടച്ചായ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കും ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒന്നിതിനെ തിരിച്ചറിയാൻ ശ്രമിക്കണം. നമ്മൾ സ്ഥിരതയോടെ ചെയ്യാൻ ശ്രമിക്കുക, കൺസിസ്റ്റൻസി തന്നെ ചെയ്യുക. ഓരോ കാര്യങ്ങളും സ്ഥിരമായിട്ട് ചെയ്യുക. നമ്മൾ ഓഗസ്റ്റ് 15 ശേഷം വിന്നിംഗ് ടീം പറഞ്ഞ് 1000 പ്ലാൻ ചലഞ്ച് ഏറ്റെടുത്ത് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടീമിൽ 1000 പ്ലാൻ ചലഞ്ച് കാണിക്കുക എന്നുള്ളത്. നമ്മുടെ ടീം ഏകദേശം 2000 പ്ലാനോളം കാണിച്ചിട്ടുണ്ട് ഈ ഓഗസ്റ്റ് 15 ശേഷം. 880ഓളം ആൾക്കാർ അതിൽ ഐഡിയ എടുത്തിട്ടുണ്ട് നമ്മുടെ ടീമിൽ. അത് സ്ഥിരതയോടെ നമ്മൾ ആ വർക്കിംഗ് ചെയ്തുകൊണ്ടാണ്. 2 മണിക്കും 5 മണിക്കുമുള്ള പ്രസൻറ്റേഷൻ ചെയ്തത് കൊണ്ടാണ് അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ക്രിസ്മസിന് ശേഷം ഇച്ചിരി വീക്കായിട്ടുമുണ്ട്. ആൾക്കാരെല്ലാം മടി പിടിച്ച് തുടങ്ങി. ഒരു പ്രാവശ്യം മടി പിടിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ 40-50 പേര് പങ്കെടുക്കുന്ന CP അത് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തണുപ്പായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. എല്ലാ ആൾക്കാരും നമ്മളെ ഫംഗ്ഷനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം. പല ആൾക്കാരുടെ പ്രശ്നം ഞാൻ പോകുന്നില്ല, സാറ് നേരത്തെ പറഞ്ഞ കാര്യം ഓർത്തിട്ടുണ്ടോ, ഞാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല, എനിക്ക് പോകാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. ഈ ചിന്താഗതിയിലാണ് നമ്മൾ എല്ലാ ആൾക്കാരും നിൽക്കുന്നുണ്ടാവുക. ദുബായിലുള്ള ഞാൻ എല്ലാ പ്രോഗ്രാമും പ്രൊമോട്ട് ചെയ്യാറുണ്ട് അല്ലേ. എനിക്ക് പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം ദുബായിലായതുകൊണ്ട്. പക്ഷേ ഞാൻ എല്ലാ പ്രോഗ്രാമിനും പ്രൊമോട്ട് ചെയ്യാറുണ്ട്. കാസർഗോഡ് ഫംഗ്ഷൻ വരാൻ പോകുന്നു, അതിനുള്ള പ്രൊമോട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബിസിനസ്സാണ്, അത് വളരാൻ വേണ്ടിയിട്ട് ഓരോ ഫംഗ്ഷനും പ്രൊമോട്ട് ചെയ്യണം, പങ്കെടുക്കാൻ ശ്രമിക്കണം. ഒരു ദിവസം ലീവ് എടുത്താലും പ്രശ്നമില്ല, ആ ഫംഗ്ഷൻ പങ്കെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അധികകാലം ജോലിക്ക് പോകേണ്ട ആവശ്യം വരില്ല. ഇതിലൂടെ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത്രയും നല്ല ഈ ഒരു പ്രോഗ്രാം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി രാവിലെ പ്ലേ ചെയ്തത്. ഇന്ന് ഉറങ്ങാതെ, എനിക്ക് ഇനി അങ്ങോട്ട് ഇന്ന് ഉറങ്ങണം. ഇന്നലെ ഉറങ്ങാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാവിലെ ലേറ്റായി കിടന്നുകൊണ്ട് എഴുന്നേക്കാൻ പറ്റില്ല എന്നൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഉറങ്ങാതിരുന്നിട്ടാണ് ഇത് ചെയ്തത്. ഇന്നത്തെ ഫംഗ്ഷൻ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആർക്കും ഞാൻ അയച്ചിരുന്നില്ല. കാരണം ഇന്ന് കേട്ടവർക്ക് മാത്രമുള്ള ഫംഗ്ഷനാണ്, ഇത് പ്രോഗ്രാമാണ്. ആരും ഇന്നത്തെ റെക്കോർഡ് ചോദിക്കരുത്. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അയച്ചിരുന്നില്ല. കാരണം ഇന്നത്തെ ഫംഗ്ഷൻ ഞാൻ അത്രത്തോളം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഓരോ വ്യക്തികൾക്കും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നൊരു 100 പേരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. 100 പേരുണ്ടാകുന്ന പ്രതീക്ഷിച്ചില്ല, പക്ഷേ 42 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, എനിവേ ഇന്ന് ലാസ്റ്റ് വരെ ഇരുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ വകയിൽ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇതുപോലുള്ള ഫംഗ്ഷൻസ് നമ്മൾ ഇനിയുണ്ട്. നാളെ ഈ സലീം സാറിൻ്റെ ഇതിൻ്റെ സിസ്റ്റം കൂടെ ഒരു ട്രെയിനിങ് വരുന്നുണ്ട്. അത് ഞാൻ അടുത്ത ആഴ്ച പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്ത ഞായറാഴ്ച ഇത് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, എങ്ങനെ വരുമാനം എടുക്കാം എന്നുള്ള സെഷൻ അടുത്ത ഞായറാഴ്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ്, നല്ലൊരു ദിവസമായി മാറണം. ഇന്നത്തെ ഫംഗ്ഷൻ നമ്മളുടെ പ്രോഗ്രാമിലേക്ക് പ്ലാൻ പ്രസൻറ്റേഷനിലേക്ക് നിങ്ങൾ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. NDOയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നാട്ടിലുള്ള CEOയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമിക്കണം. നമുക്ക് എല്ലാവർക്കും വിജയിക്കണം. എല്ലാവർക്കും നല്ലൊരു വരുമാനം വേണം, ലക്ഷങ്ങൾ വരുമാനം വേണം. ഒക്കെ അതിന് കൂടെ നിൽക്കാൻ തയ്യാറാവുക. താങ്ക് യു വെരി മച്ച്. വിഷ് യു വെൽ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.